അതിമനോഹരമായ ഒരു പ്രണയകഥ. എനിക്ക് എനിക്ക് പഠിക്കാൻ പോകണ്ട അമ്മ. അതിഥി മിഴികൾ നിറച്ച് അമ്മയെ നോക്കിയൊന്ന് പറഞ്ഞു. അസത്തെ, പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എന്നെപ്പോലെ കണ്ട വീടുകളിൽ അടുക്കള ജോലി ചെയ്ത് ജീവിക്കാനോ? ഇപ്പോൾ പഠിക്കാനുള്ള അവസരം കിട്ടിയത് തന്നെ ആ മേലേപ്പാട്ടുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ്. +2 കഴിഞ്ഞ് 2 കൊല്ലമായില്ലേ നീ ഇതൊക്കെ തന്നെ പറഞ്ഞ് വെറുതെ ഇരിക്കുന്നു. ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് നിനക്ക് മടുത്തില്ലേ അതിഥി? നോക്ക്, എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ നീയേ ഉള്ളൂ. അത് മറക്കണ്ട. കയ്യിൽ 10 രൂപ ഉണ്ടാക്കാൻ ഒരു തൊഴിലുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം. ദേവയാനിയുടെ സ്വരമുയർന്നു. അതിഥി തൊട്ടരികിൽ കിടന്ന മേശപ്പുറത്ത് നഖം കൊണ്ട് ചുരണ്ടി മുഖം താഴ്ത്തി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും ഇപ്പോഴും ഒരു ഇടവപ്പാതിക്കുള്ള വെള്ളം ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിലും ആര് വഴക്ക് പറഞ്ഞാലും ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാനേ അതിഥിക്കറിയൂ. എതിർത്ത് പറയാൻ അവൾ ശീലിച്ചിട്ടില്ല. ദേ, ഞാൻ മേലേപ്പാട്ടേക്ക് പോയേക്കുവാ. കുളിച്ചൊരുങ്ങി പഠിക്കാൻ പോവാൻ നോക്ക്. ഹരിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ പോകുമ്പോൾ നിന്നെയും കൂടെ കൂട്ടാൻ. ദേവയാനി അടുപ്പിൽ നിന്നും ആ അരിക്കലം ശ്രദ്ധയോടെടുത്ത് തിണ്ണയിൽ വെക്കുന്നതിനിടെ പറഞ്ഞു. പോകുന്നതിന് മുന്നേ ഇതൊന്ന് വാർത്തേക്കണേ. ചോറ് പാത്രത്തിലാക്കി കൊണ്ടുപോവാനും മറക്കണ്ട. ഈ വാതിലങ്ങ് അടച്ചേക്ക്. അവർ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ പറഞ്ഞു. അടുക്കളയ്ക്ക് പിന്നിൽ വിശാലമായ പാടമാണ്. അതങ്ങ് നടന്ന് ചെന്ന് കയറുന്നത് മേലേപ്പാട്ട് തറവാട്ടിലും. ആ പിന്നെ, ചോറ് വറക്കുമ്പോൾ കൈ പൊള്ളിക്കരുത് കേട്ടോ. പോകുന്നതിനിടയിൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത പെണ്ണാണ്. അതിഥി കേൾക്കാതെ അവർ ഉള്ളിൽ പിറുപിറുക്കുകയും കൂടെ ചെയ്തു. അതിഥി ഒന്ന് മൂളിയിട്ട് ആ അടുക്കള വാതിലും ചാരി ദേവയാനി വെപ്രാളത്തോടെ പോകുന്നതും നോക്കി നിന്നു. മേലേപ്പാട്ട് സ്ഥിരം ജോലിക്കാരിൽ ഒരാളാണ് അതിഥിയുടെ അമ്മ. ഇന്നാട്ടിലെ ഏറ്റവും വലിയ പണക്കാർ മേലേപ്പാട്ടുള്ളവരാണ്. ഏറ്റവും ദാരിദ്ര്യം പിടിച്ചവർ താനും തൻ്റെ അമ്മയുമാണെന്ന് തോന്നുന്നു, അവൾ മനസ്സിലോർത്തു. അച്ഛനുള്ള കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ചെയ്ത 1-2 കച്ചവടം അടിക്കടി പൊളിഞ്ഞപ്പോൾ അച്ഛൻ ഒരു മുഴം കയറിൽ അഭയം കണ്ടെത്തി. അന്ന് 7 വയസ്സാണ് അതിഥിക്ക്. ചടങ്ങുകളിൽ കൂടിയവരുടെ എല്ലാം ചർച്ചാ വിഷയം അമ്മയായിരുന്നു. അമ്മ വേറെ വിവാഹം ചെയ്യുമോ? ഇനി അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയെ എങ്ങനെ തനിയെ വളർത്തി വലുതാക്കും? അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ആശങ്ക. അന്ന് ആ ആശങ്ക പ്രകടിപ്പിച്ചവരെയും സഹതപിച്ചവരെയും പിന്നീട് ഒരിക്കൽ അതിഥി കണ്ടിട്ടില്ല എന്നതാണ് സത്യം. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഈ കാലത്ത് സ്വന്തം ബന്ധം എന്നൊക്കെ പറഞ്ഞ് ആരും ആരുടെയും ബാധ്യത ഏൽക്കാൻ തയ്യാറാവില്ല എന്ന് അതിഥിക്ക് അന്ന് മനസ്സിലായി. നിറം മങ്ങിയ ഉടുപ്പും മറ്റും ഇട്ട് നടക്കുന്നത് കൊണ്ടാവും കുഞ്ഞിലെ മുതൽ അതിഥിയെ ഒപ്പം കളിക്കാൻ കൂട്ടാൻ പോലും പലർക്കും മടിയായിരുന്നു. ഒരിക്കൽ കളിക്കുന്നതിനിടെ തനിക്ക് രാജകുമാരിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികളോട് അതിഥി വാശി പിടിച്ചു. അന്നാണ് കറുത്ത രാജകുമാരി ഇല്ലെന്ന സത്യം അതിഥി അറിയുന്നത്. രാജകുമാരി ആവണമെങ്കിൽ തൊലി വെളുക്കണമെന്ന്. രാജകുമാരി ആവാനുള്ള കൊതി കൊണ്ട് അന്നത്തെ പൊട്ട ബുദ്ധിക്ക് കണ്ണിൽ കണ്ട ഇലയും പുല്ലും പൂവും എല്ലാം പറിച്ചുകൊണ്ടുവന്ന് വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു മൂലയിലിരുന്ന് അരച്ചെടുത്ത് ആ പച്ചിലക്കൂട്ട് അതിഥി മുഖത്തും കയ്യിലും എല്ലാം വാരിത്തേച്ചു. വെളുത്തു മനോഹരിയായ ഒരു രാജകുമാരിയായി താൻ മാറുമെന്ന് സ്വപ്നം കണ്ട് കുറച്ചു നേരം അവൾ അങ്ങനെ ഇരുന്നു പോയി. പച്ചിലക്കൂട്ട് ഉണങ്ങി തുടങ്ങിയപ്പോൾ കുഞ്ഞു അതിഥിക്ക് മുഖം പൊള്ളിത്തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വേദന. കുഞ്ഞു അതിഥി ഓടിപ്പോയി മുഖവും ദേഹവും കഴുകി. അന്ന് കുഞ്ഞു അതിഥിയുടെ ദേഹത്തിലുണ്ടായ വേദന മാറിയെങ്കിലും മനസ്സിനുണ്ടായ വേദന പിന്നീട് മാറിയില്ല. അതിഥി വലുതാവുന്നതിനനുസരിച്ച് ആ വേദനയും വലുതായി. നിന്നെ തൊട്ട് കണ്ണെഴുതാൻ എളുപ്പമായിരിക്കും. ഇരുട്ടത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്ന് പല്ല് കാണിച്ച് ചിരിച്ചോ അതിഥി, എന്നാലേ നിന്നെ കാണത്തുള്ളൂ തുടങ്ങി പല കുത്തുവാക്കുകളും കൂടെ ആയപ്പോൾ അതിഥി പിന്നെ ആരുടെയും കൂട്ടു തേടി പോവാതെയായി. അവൾക്ക് ചുറ്റും സ്വയം അവളൊരു തൊണ്ട് രൂപപ്പെടുത്തി. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും അകന്ന് ആ തൊണ്ടിനുള്ളിൽ ചിറകുകൾ ഒതുക്കി വെച്ച് അതിഥി സ്വയം ഒരു പ്യൂപ്പയായി മാറി. സഹജീവികളോട് സംസാരിക്കാനുള്ള ഭയം ആ പ്യൂപ്പക്കുള്ളിൽ കൂടുതൽ അവളെ മുറുക്കിയടച്ചു. അമ്മ പറഞ്ഞ പോലെ വേഗത്തിൽ ചോറ് വാർത്ത് വെച്ച് തനിക്കുള്ള ഭക്ഷണം അവൾ വിളമ്പി ബാഗിലേക്ക് വെച്ചു. ചെറിയൊരു കറുത്ത പൊട്ടുമിട്ട് മുടിയൊന്ന് ചീകി മുടഞ്ഞിട്ടു. അത്രേ ഉള്ളൂ അതിഥിയുടെ ഒരുക്കം. അത്രേ അതിഥിക്ക് ഒരുങ്ങാൻ അറിയുകയുമുള്ളൂ. മുൻവശത്തെ വാതിലടച്ച് അവൾ വെളിയിലേക്ക് ഇറങ്ങി. ഹരിത ഇപ്പോൾ വരുമെന്ന് അതിഥിക്ക് തോന്നി. ചിന്തിച്ചു തീർന്നില്ല. തൊട്ടപ്പുറത്തെ ഒറ്റനില വാർപ്പിട്ട വീട്ടിൽ നിന്നും ഹരിത പുറത്തേക്ക് ഇറങ്ങി വന്നു. അതിഥി അവളെ നോക്കിയൊന്ന് ചിരിച്ചെങ്കിലും ഹരിതയുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചമൊന്നുമില്ല. എന്തോ ഭാരം ചുമന്ന് നടക്കാൻ പോകുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുള്ള ഭാവമാണ് അന്നേരം ഹരിതക്ക്. നിന്റെ അമ്മ പോയോ? ഹരിത ചോദിച്ചു. പോയി. വേഗം നടന്നോ അതിഥി. 8 മണിയുടെ ജയശ്രീ പോയാൽ പിന്നെ ആദ്യത്തെ അവർ ക്ലാസ്സിൽ കയറാൻ പറ്റില്ല കേട്ടോ. പറയുന്നതിനൊപ്പം തന്നെ ഹരിത നടത്തത്തിൻ്റെ വേഗത കൂട്ടിയിരുന്നു. ഒന്ന് മൂളിക്കൊണ്ട്
അതിഥിയും അവൾക്കൊപ്പം വേഗത്തിൽ നടന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. രാവിലെ ആയതുകൊണ്ട് പണിക്ക് പോകുന്നവരും സ്കൂൾ കുട്ടികളും എല്ലാം ഉണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ അതിഥിയും ഈ നേരത്ത് തന്നെയായിരുന്നു ബസ്സിൽ പോയിരുന്നത്. അന്നും കാത്തു നിൽക്കാനോ കൂടെ കൂട്ടാനോ അതിഥിക്ക് ആരുമില്ലായിരുന്നു. കുഞ്ഞിലെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു അതിഥി. പിന്നെ പോകെ പോകെ അവൾക്ക് മനസ്സിലായി തന്നെ കേൾക്കാനും ശ്രദ്ധിക്കാനും ഒന്നും ആരുമില്ലെന്ന്. അതോടെ അതിഥി സംസാരം കുറച്ചു. ഇപ്പോൾ അതിഥിയുടെ ഏറ്റവും വലിയ ഭയം ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നവരോട് മറുപടി കൊടുക്കണമല്ലോ എന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് സംസാരിച്ചാൽ ശബ്ദത്തിന് പകരം ആദ്യം പുറത്തേക്ക് വരുന്നത് കാറ്റാണ്. പിന്നെ ഉള്ളംകൈ വിയർത്തു വരും. ഇടയ്ക്ക് തല ചുറ്റി താഴെ വീഴും എന്ന സന്ദർഭങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അതിഥിയുടെ പൊട്ടബുദ്ധിക്ക് തോന്നും ജനിച്ചപ്പോഴേ ഊമയായാൽ മതിയായിരുന്നു എന്ന്. അതിഥി, അടുത്ത സ്റ്റോപ്പാണേ. ഹരിത അവളെ ഒന്ന് തോണ്ടി വിളിച്ചു. ചിന്തകളിൽ മുഴുകി നിന്നിരുന്ന അതിഥി ഞെട്ടിക്കൊണ്ട് പതിയെ തലയാട്ടി. ഈ പെണ്ണ് നിന്ന് ഉറങ്ങുകയാണോ? ഹരിത മനസ്സിൽ പിറുപിറുത്തു. ആ വലിയ ഗേറ്റിന് മുന്നിൽ അതിഥി പകച്ചു നിന്നുപോയി. സ്വയം പ്യൂപ്പയായി മാറിയ അതിഥിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. ആ വിശാലമായ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ അതിഥിക്ക് ശ്വാസം മുട്ടിപ്പോയി. അതിഥി, ഞാൻ പോയേക്കുവാണേ, വൈകിട്ട് കാണാം. നേരെ പോയി റൈറ്റ് തിരിഞ്ഞ നിന്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹരിത അത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടുകാർക്കൊപ്പം തിരിഞ്ഞു നടന്നു. അതിഥിക്ക് ഭയം തോന്നി. ഹരിതക്ക് തന്നെ ഒന്ന് ക്ലാസ് വരെ കൊണ്ടുപോയി വിടാമായിരുന്നു. ആദ്യത്തെ ദിവസമല്ലേ, തനിക്ക് ഇവിടെ പരിചയമില്ലാത്തതല്ലേ. അതിഥി ഉള്ളിൽ പരിഭവം പറഞ്ഞു. ആൺകുട്ടികൾ പല സ്ഥലത്തും കൂട്ടം കൂടിയിരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട്. അവരാരും തന്നെ ശ്രദ്ധിക്കല്ലേ എന്ന് അതിഥി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹരിത പറഞ്ഞ വഴിയെ നടന്നപ്പോൾ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. അതിഥിക്ക് പകുതി ആശ്വാസമായി. അന്നത്തെ ദിവസത്തിന് അതിഥിക്ക് യുഗങ്ങളുടെ ദൈർഘ്യം തോന്നി. ക്ലാസ് എടുക്കാൻ 1-2 പേര് വന്നു. ക്ലാസ്സിൽ ആകെ 20 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പകുതിയിലേറെയും പെൺകുട്ടികളാണെന്ന് തോന്നുന്നു. അതിഥി ആരെയും പരിചയപ്പെടാൻ പോയില്ല. ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടതിന്. ഉച്ചക്ക് നല്ല വിശപ്പുണ്ടായിരുന്നിട്ട് കൂടെ പുറത്തേക്ക് പോയാൽ സീനിയേഴ്സിൻ്റെ കയ്യിൽ പോയി പെട്ടാലോ എന്നാലോചിച്ചപ്പോൾ അതിഥി പട്ടിണി കിടക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അന്നത്തെ ദിവസം എങ്ങനെയോ അതിഥി തള്ളി നീക്കി. വൈകുന്നേരം ഹരിത ഉണ്ടായിരുന്നു. അവളുടെ ഒപ്പം തന്നെ തിരിച്ചു പോന്നു. നിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? പോകുന്ന വഴിക്ക് ഹരിത ചോദിച്ചു. കുഴപ്പമില്ല, അതിഥി ഒറ്റവാക്കിൽ ഉത്തരവും ഒതുക്കി. വീട്ടിലേക്കെത്തിയപ്പോൾ അമ്മക്കും അറിയേണ്ടത് ക്ലാസ്സിലെ വിശേഷങ്ങളായിരുന്നു. ഹരിതക്ക് കൊടുത്ത അതേ ഉത്തരം അമ്മക്കും കൊടുത്തു. പിറ്റേ ദിവസം കോളേജിൽ പോവണ്ടേ എന്നൊരു ചിന്ത അവളുടെ ഉറക്കത്തെയും കാർന്നു തിന്നു തുടങ്ങി. ഈ വീടിനുള്ളിൽ, ഈ 4 ചുമരുകൾക്കുള്ളിൽ ആരെയും കാണാതെ ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? അതിഥി ആശിച്ചുപോയി. എന്തിനെന്നറിയാതെ അവളുടെ മിഴികളിൽ കാറും കോളും നിറഞ്ഞു. ഞാൻ എന്താ ഇങ്ങനെ ആയത്? എന്തിനാ ഒരു കഴിവും തരാതെ എന്നെ ദൈവം സൃഷ്ടിച്ചത്? അവൾ ആരോടൊന്നില്ലാതെ മനസ്സിൽ കയർത്തു. 3-4 ദിവസങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ടു പോയി. എന്നിട്ടും അതിഥിക്ക് ആ കോളേജും ചുറ്റുപാടും ഒന്നും പൊരുത്തപ്പെടാനേ സാധിച്ചില്ല. 3 വർഷം എടുക്കും എടുത്ത കോഴ്സൊന്ന് തീരാൻ. അതിനുള്ളിൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് പോലും അതിഥിക്ക് തോന്നി. കോളേജിൽ കയറി 5-ാമത്തെ മാസം. എന്നത്തെയും പോലെ ഹരിത വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അതിഥി തലയും താഴ്ത്തി അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും നടന്നു. ഇത്രയും ദിവസമായിട്ടും പലർക്കും പല വിധത്തിൽ റാഗിങ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിഥിയുടെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരുടെയും കണ്ണിൽ ഉടക്കാനുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകളോ അതിഥിയിലില്ല. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുടെ കണ്ണുകളിലും അവൾ അദൃശ്യയായിരുന്നു. എന്തോ കടന്നൽ കൂട്ട ഇരമ്പി വരും പോലെ ഒരു സ്വരം കേട്ടിട്ടാണ് അതിഥി മുഖം ഉയർത്തി നോക്കിയത്. അന്നേരം ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുവിലായിരുന്നു അവൾ. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ചോര ഒലിക്കുന്ന മുഖവുമായി മുന്നിലേക്ക് ഓടി വരുന്ന ആ ആൺകുട്ടിയിലേക്ക് നീണ്ടു. അതിനും അപ്പുറം വേറെ ഒരുവൻ. ദൃഢമായ ശരീരവും കട്ടിപ്പുരികവും കൂർത്ത നോട്ടവുമായി മറ്റൊരുവൻ. മേലെപ്പാട്ട അഭിമന്യു. മുന്നിൽ ഓടി വന്നവൻ കാൽ തട്ടി മറിഞ്ഞു വെന്നു വീണത് പേടിച്ചരണ്ടി നിൽക്കുന്ന അതിഥിക്ക് മുന്നിലാണ്. ഡാ! പിന്നിൽ ഓടി വന്നവൻ അവൻ്റെ മേലേക്ക് ചാടി വീണുകൊണ്ട് അവനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നു. അതിഥി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അബി, ആ നാറിയുടെ കൈയൊടിച്ചേക്ക്. കൂട്ടത്തിൽ ഒരുവൻ ക്രിക്കറ്റ് ബാറ്റ് ഒരെണ്ണം അബിയുടെ നേരെ എറിഞ്ഞു കൊടുത്തു. അബി അത് പിടിച്ചെടുത്തു. തൊട്ടടുത്ത നിമിഷം താഴെ കിടന്ന് പ്രാണന് വേണ്ടി വെമ്പുന്നവൻ്റെ വലത്തെ കൈ ലക്ഷ്യമാക്കി അഭിമന്യു അത് ആഞ്ഞു വീശിയിരുന്നു. ആ! താഴെ കിടക്കുന്നവൻ ഉറക്കെ അലറി. ഒരു വട്ടം കൂടെ അത് വായുവിൽ ഉയരവേ അതിഥി ചെവി രണ്ടും പൊത്തി കണ്ണുകൾ അടച്ച് ഉറക്കെ അലറി. അബിയുടെ ശ്രദ്ധ ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് നീണ്ടു. പേടിച്ചരണ്ട മിഴികളിൽ നോട്ടം കോർത്തു. അതിനിടയിൽ അടികൊണ്ടവൻ അബിയെ തള്ളിമാറ്റി പ്രാണരക്ഷാർത്ഥം എഴുന്നേറ്റ് ഓടിയിരുന്നു. അതിഥിയും ഭയന്നു വിറച്ച് സ്വന്തം ക്ലാസ്സിലേക്ക് ഓടി.
മേലേപ്പാട്ട് ശ്രീദേവി അമ്മയുടെ മകനാണ് അഭിമന്യു. 2 കൊല്ലം പുറത്തെവിടെയോ നിന്ന് എഞ്ചിനീയർ ആവാൻ പഠിക്കുകയായിരുന്നു. പക്ഷേ അവിടെ അടിയും ഇടിയും എല്ലാമായി കോഴ്സ് കംപ്ലീറ്റ് ആയില്ല എന്ന്. അതോടെ പിടിച്ച പിടിയാലെ ശ്രീദേവി അമ്മ ഇങ്ങോട്ട് കൊടുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടെ. ആള് പഠിക്കാൻ മിടുക്കനാ. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ ആളുടെ PG കഴിയും. ഹരിത അതിഥിയുടെ അറിവിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അതിഥി എല്ലാം മൂളി കേട്ടതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങേരെ. മേലേപ്പാട്ടേക്ക് അമ്മക്കൊപ്പം ഇടയ്ക്കെല്ലാം നീ പോവാറുള്ളതല്ലേ? ഹരിത എടുത്തു ചോദിച്ചു. അതിഥി ആ ചോദ്യം കേട്ടതുപോലുമില്ലെന്ന് തോന്നി ഹരിതക്ക്. അവൾ എന്തൊക്കെയോ ചിന്തകളിലാണ്. ഇന്നുണ്ടായ ആ ഒരു ഷോക്കിൽ നിന്ന് അവൾ അതുവരെ കയറിയിട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതിൻ്റെ തുടർച്ചയായി അന്ന് രാത്രി അതിഥിക്ക് ശക്തമായി പനിച്ചു. സ്വപ്നങ്ങളിലെല്ലാം ആ മുഖമായിരുന്നു അതിഥിക്ക്, അഭിമന്യുവിൻ്റെ മുഖം. എപ്പോഴൊക്കെയോ മേലേപ്പാട്ട് കണ്ട മുഖങ്ങളിൽ ഒന്നാണ് അഭിയുടേത്. എങ്കിലും അത്രമാത്രം ശ്രദ്ധിച്ചില്ല അതിഥി അവനെ ഇതുവരെ. പനി കൂടുതലാണെന്ന് തോന്നിയപ്പോൾ 2 ദിവസം കോളേജിൽ പോകണ്ട എന്ന് ദേവയാനി ഇങ്ങോട്ട് പറഞ്ഞു. അതോടെ അതിഥിക്ക് അത് ലാഭമായി. ആ കോളേജിലേക്ക് പോകുന്നതിലും നല്ലത് പനിച്ചു വിറച്ച് ഇവിടെ കിടക്കുകയാണ് നല്ലത് എന്ന് തോന്നിപ്പോയി അതിഥിക്ക്. 2 ദിവസം കൊണ്ട് പനി ഭേദമായപ്പോൾ അതിഥിക്ക് സങ്കടം തോന്നി. നല്ലതൊന്നും ചോദിച്ചിട്ട് തന്നിട്ടില്ലല്ലോ, എന്നാൽ ആ പനിയെങ്കിലും ഒരാഴ്ചത്തേക്കൊന്ന് തരാമായിരുന്നില്ലേ? അവൾ ദൈവത്തോട് കലഹിച്ചു. പിറ്റേന്ന് കോളേജിലേക്ക് പോവേണ്ടി വന്നു അതിഥിക്ക്. സാധാരണ മുഖം താഴ്ത്തി നടക്കാറാണ് പതിവ് എങ്കിലും അന്ന് അതിഥി പോലും അറിയാതെ അവളുടെ കണ്ണുകൾ ഒരാളെ തേടിക്കൊണ്ടിരുന്നു. ദൈവമേ, അബദ്ധത്തിൽ പോലും അയാളെ എനിക്ക് കാണേണ്ടി വരല്ലേ? അതിഥി മനമുരുകി പ്രാർത്ഥിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞു നോക്കിയ അതിഥി കാണുന്നത് വരാന്തയിലെ തൂണിൽ ചാരി നിന്ന് തന്നെ നോക്കുന്ന അഭിമന്യുവിനെയാണ്. ഈ ഇടയായിട്ട് നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല കൃഷ്ണ. അതിഥി മുഖം താഴ്ത്തിക്കൊണ്ട് ദൈവത്തോട് പിന്നെയും കയർത്തു. അന്ന് കോളേജ് കഴിഞ്ഞു പോകുമ്പോഴും അതിഥി കണ്ടിരുന്നു കുറച്ചകലെ മാറി നിന്ന് തന്നെ വീക്ഷിക്കുന്ന അഭിമന്യുവിനെ. അങ്ങനെ എല്ലാവർക്കും അദൃശ്യയായ അതിഥിയെ അഭിമന്യുവിൻ്റെ കണ്ണിൽ മാത്രം കാണാൻ തുടങ്ങിയിരിക്കുന്നു. നീ മേലേപ്പാട്ടേക്കൊന്നു വാ. ആ വരദ ചേച്ചി ഇന്നില്ലത്രേ. അതിൻ്റെ കെട്ടിയോന് ധീരം കൂടി. അമ്മക്ക് തനിച്ച് പറ്റില്ല. തറവാട്ടി ദോഷം മാറാൻ പൂജയും മറ്റും നടക്കുന്നത് കൊണ്ട് പണി ഇരട്ടിയ. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അമ്മ അത് പറയുന്നത്. അതോടെ അതിഥിയുടെ ഉള്ള സമാധാനവും പോയി. നാളെ ഞായറാഴ്ചയായിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാമെന്ന് കരുതിയതായിരുന്നു അതിഥി. ഇതിപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി അതിഥി ഒട്ടും പ്രതീക്ഷിച്ചില്ല. 4 ആൾ കൂടുന്നിടത്ത് പോകണം എന്ന കാര്യത്തിലുപരി അതിഥിയെ പേടിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ മേലേപ്പാട്ട്. മേലേപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഓർമ്മ വരുന്നത് ആ മുഖമാണ്. മേലേപ്പാട്ടെ അഭിമന്യു, ആ നോട്ടം, ആ കണ്ണുകൾ, പേടി തോന്നിയ അതിഥിക്ക്. പിറ്റേന്ന് അമ്മക്കൊപ്പം നേരത്തെ എഴുന്നേറ്റ് മേലേപ്പാട്ടേക്ക് പോയി. ഒഴിഞ്ഞു മാറാൻ 100 കാരണങ്ങൾ അതിഥി പറഞ്ഞിട്ടും ദേവയാനി പിടിച്ച പിടിയാലെ അവളെ കൊണ്ടുപോവുകയായിരുന്നു. നിന്ന് തിരിയാൻ കഴിയാത്തത്ര പണികൾ ഉണ്ടായിരുന്നു മേലേപ്പാട്ട്. അതിഥിയും അമ്മക്കൊപ്പം അവളെ കൊണ്ടാവുന്നത് ചെയ്തു. ഇടയ്ക്കെല്ലാം ഇതുപോലെ അമ്മക്കൊപ്പം വരാറുണ്ടെങ്കിലും ഇത്രയും തിരക്ക് പിടിച്ച ദിവസം ഇതാദ്യമായിട്ടാണ്. മേലേപ്പാട്ട് ലളിതാംബികക്കും നാരായണനും 2 ആണും 2 പെണ്ണുമാണ്. അതിലേറ്റവും ചെറിയ മകളായ ശ്രീദേവിയുടെയും അരവിന്ദൻ്റെയും മകനാണ് ഈ പറയുന്ന അഭിമന്യു. ശ്രീദേവിയും അരവിന്ദനും ഡൽഹിയിലായിരുന്നു. അരവിന്ദൻ മരിച്ചിട്ടപ്പോൾ 10 കൊല്ലമായി. അവിടെ നിന്ന് മകൻ്റെ കൂട്ടുകെട്ടും മറ്റും ശരിയല്ലെന്ന് കാണുകയാണ് അഭിമന്യുവിനെയും കൊണ്ട് ശ്രീദേവി തറവാട്ടിലേക്ക് വന്നത്. നാട്ടിലെ കോളേജിൽ പഠിച്ചാൽ മതിയെന്ന് ശ്രീദേവി വാശി പിടിച്ചതോടെ അഭിമന്യു അത് അനുസരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഹാളിൽ എന്തോ വീണുടയുന്ന ശബ്ദം കേൾക്കെ അടുക്കളയിൽ കറിക്കരിയുകയായിരുന്ന അതിഥി ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. നാശം പിടിക്കാൻ, ഇന്നും ആ ചെറുക്കൻ വഴക്കുണ്ടാക്കുകയാണോ? ദേവയാനി പിറുപിറുക്കുന്നത് അതിഥി കേട്ടു. ദേവയാനി, ഇതൊന്ന് വന്ന് വൃത്തിയാക്ക്. ഹാളിൽ നിന്ന് ഒരു 5 നിമിഷം കഴിഞ്ഞപ്പോൾ വിളിയും വന്നു. മോള് പോയി അതൊന്ന് തുടച്ചിട്ട് വാ. കൈ മുറിക്കരുത്. ഗ്ലാസ് എന്തോ ആണെന്ന് തോന്നുന്നു എടുത്തെറിഞ്ഞിരിക്കുന്നേ. അമ്മ ഈ കറിയൊന്ന് ശരിയാക്കട്ടെ. ദേവയാനി പറഞ്ഞപ്പോൾ അതിഥി മനസ്സില്ലാ മനസ്സോടെ മൂപ്പും ബക്കറ്റും എടുത്ത് അങ്ങോട്ട് പോയി. ഒരു സബക്കുള്ള ആളുണ്ട് അവിടെ. അവിടെയാ കുട്ടി, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കൈ മുറിക്കല്ലേ. ലളിതാംബിക വൃത്തിയാക്കേണ്ട ഭാഗം അവൾക്ക് കാണിച്ചു കൊടുത്തു. അതിഥി പതിയെ ചില്ലുപെറുക്കി ഒരു കവറിലാക്കി. ബാക്കിയുള്ളത് വളരെ ശ്രദ്ധയോടെ ചൂലി വെച്ച് തൂത്തു തുടങ്ങി. അബി, ഡൽഹിയിൽ നിന്ന് നിന്നെയും കൊണ്ട് ഇങ്ങ് ഓടിപ്പോന്നത് ഇവിടെയെങ്കിലും നീ എനിക്ക് മനസ്സമാധാനം തരുമെന്ന് കരുതിയാണ്. നീ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കണം എന്നാണ് എനിക്ക്, അല്ലാതെ നിന്നെ ഒരു ഗുണ്ടയായി കാണണമെന്നല്ല. ശ്രീദേവി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? ഞാൻ ഇവിടെ ഇപ്പോൾ എന്ത് കുഴപ്പമുണ്ടാക്കിയെന്നാ പറയുന്നേ? ശ്രീദേവിയുടെ ശബ്ദത്തിനൊപ്പം അബിയുടെ ശബ്ദവും ഉയർന്നപ്പോഴാണ് അതിഥി കണ്ണുകൾ മാത്രം ഉയർത്തി നേരെ ഒന്ന് നോക്കിയത്. ദേഷ്യം കൊണ്ട് തിളച്ചു മറിയുന്ന അഭിമന്യുവിൻ്റെ മുഖം ജ്വലിക്കുന്ന സൂര്യനെ പോലെ. എന്താ? തന്നെ നോക്കുന്ന അതിഥിയെ കാണേ
അവൻ കണ്ണുരുട്ടിക്കൊണ്ട് പതിയെ ചോദിച്ചു. അതിഥി അതേ നിമിഷം പേടിയോടെ നോട്ടം താഴ്ത്തിക്കളഞ്ഞു. നീ ആ ദിനേശൻ്റെ മോനെ കോളേജിലിട്ട് അടിച്ച് കൈയൊടിച്ചില്ലേ? പണം കൊടുത്തപ്പോൾ അവരൊതുങ്ങി. ഇല്ലെങ്കിൽ നീ ഇപ്പോൾ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നേനെ. നിന്റെ അച്ഛനും ഇതുപോലെ എടുത്തുചാട്ടം കൂടുതലായിരുന്നു. അദ്ദേഹം നാട് മൊത്തം തനിയെ നന്നാക്കാൻ പുറപ്പെട്ടിട്ട് എന്താ ഉണ്ടായത് എന്ന് നിനക്കറിയാലോ. അച്ഛനില്ലാത്ത നിന്നെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശ്രീദേവിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അബിയുടെ അച്ഛനും ഇതേ മുൻകോപവും എടുത്തുചാട്ടവുമായിരുന്നു. സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ അദ്ദേഹം ആ കാണിച്ചിരുന്ന സത്യസന്ധതയ്ക്കെല്ലാം കൂടി സമ്മാനമായി ഒരിക്കൽ ശ്രീദേവിക്ക് കിട്ടിയത് അയാളുടെ ജീവനറ്റ ശരീരമാണ്. അമ്മക്കിതെന്താ? എന്തു പറഞ്ഞാലും ഒരേ കരച്ചിൽ. ഞാൻ ആരെയും തല്ലിയിട്ടില്ല എന്ന് നിങ്ങളോട് എത്ര തവണ പറയണം? അബി ഒരു കൂസലില്ലാതെ പറഞ്ഞു. അതിഥി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. മനുഷ്യന്മാർക്ക് ഇത്രയും പതർച്ചയില്ലാതെ കള്ളം പറയാൻ പറ്റുമോ എന്നവൾ അതിശയിച്ചു പോയി. ഒരുത്തൻ്റെ കൈ തല്ലി ഒടിച്ചിട്ടാണ് ഒന്നും അറിയാത്ത പോലെയുള്ള ആ നിൽപ്പ്. ഞാൻ പറഞ്ഞില്ലേ ശ്രീ, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന്. ആ ദിനേശൻ ജന്മനാൽ കള്ളനാണ്. അവൻ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാവും. ലളിതാംബികയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. മുത്തശ്ശി തൻ്റെ കൂടെയാണെന്ന് കണ്ടപ്പോൾ അബിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? ഇവ അമ്മയെ സോപ്പിട്ട് പതപ്പിച്ച് നിർത്തിയേക്കുകയാണ്. ശ്രീദേവി പൊട്ടിത്തെറിച്ചു. അബിക്കുട്ട, നീ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ശ്രീദേവിയുടെ രോഷം കാണേ ലളിതാംബിക വീണ്ടും അബിയോട് ചോദിച്ചു. ഇല്ല മുത്തശ്ശി, ഈ അമ്മക്ക് ഭ്രാന്താ, അബി ഉറപ്പോടെ പറഞ്ഞു. അല്ല, മോള് അബി പഠിക്കുന്ന കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നേ? ദേവയാനി മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടായോ കുട്ടി? ലളിതാംബിക എന്തോ ഓർത്തെന്ന പോലെ ആ നിമിഷം അതിഥിക്ക് നേരെ തിരിഞ്ഞു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ കയ്യും കാലും വിറച്ചു തുടങ്ങി. തൊണ്ടയിലെ ഉമിനീർ വറ്റി. അവൾ ഇടം കണ്ണിട്ട് അഭിമന്യുവിനെ ഒന്ന് നോക്കി. ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കുകയാണ് അവൻ. അബി അവളെ രൂക്ഷമായി നോക്കുന്നത് കാണെ ശ്രീദേവി അവൻ്റെ നോട്ടം മറച്ച് അവർക്കിടയിൽ ഒരു മറയായി നിന്നു. കുട്ടിക്കറിയുന്നത് പറഞ്ഞാൽ മതി, അവനെ നോക്കണ്ട. വഴക്കുണ്ടാക്കിയതിൽ ഇവനുണ്ടായിരുന്നോ? നിങ്ങൾ ഒരേ കോളേജിലായതുകൊണ്ടാണ് മോളോട് ചോദിക്കുന്നത്. അതിഥി എന്ത് പറയണമെന്നറിയാതെ സംശയിച്ചു. നുണ പറഞ്ഞാൽ പിന്നെയും എന്തെങ്കിലും ചോദിച്ചാലോ? അങ്ങനെ നുണക്കുമേൽ നുണ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്ന് അതിഥിക്കറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന തോന്നലിൽ അതിഥി സത്യം അങ്ങ് പറഞ്ഞു. ഈ സാറാണ് വഴക്കുണ്ടാക്കിയത്. പറഞ്ഞു തീർന്നപ്പോഴേക്കും അഭിമന്യു പല്ല് കടിക്കുന്ന ശബ്ദം അവൾക്ക് കേട്ടു തുടങ്ങി. ഇപ്പം എങ്ങനെയുണ്ട് അമ്മ? അമ്മ ഇവനെ എന്തോ വലിയ പുണ്യാളനാക്കി വെച്ചേക്കുമല്ലായിരുന്നോ? നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയാൻ ഇവനൊരു മടിയുമില്ല. ശ്രീദേവി അബിയെയും ലളിതാംബികയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. കള്ളം പറയുന്നത് അത്ര നല്ലതല്ല കുട്ടിയെ. ലളിതാംബിക അബിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ഛനെ പോലെ എടുത്തു ചാടി ഓരോന്നിൽ പോയി ചാടുന്നതിനു മുന്നേ നിന്റെ അമ്മക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുന്നത് നല്ലതാ, ലളിതാംബിക അത്രയും പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് കയറി. അബി തല ചെരിച്ച് പിടിച്ചുകൊണ്ട് രൂക്ഷമായി ഒന്ന് നോക്കവേ അതിഥി വെപ്രാളത്തോടെ അവിടെ നിന്ന് ഓടി അടുക്കളയിലേക്ക് കയറിയിരുന്നു. ശ്രീദേവി അബിയുടെ കൈയെടുത്ത് തൻ്റെ നെറുകയിലേക്ക് വെച്ചു. ഇപ്പോൾ നീ സത്യം ചെയ്തു തരണം, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ലെന്ന്. അമ്മ, ആ ചെറ്റൊരു പെൺകുട്ടിയെ കയറിപ്പിടിച്ചതിനാണ് ഞാൻ അവനെ തല്ലിയത്, അബി രോക്ഷത്തോടെ പറഞ്ഞു. അത് ചോദ്യം ചെയ്യാൻ ഇന്നാട്ടിൽ പോലീസും കോടതിയും എല്ലാം ഉണ്ട്. എൻ്റെ മോൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പോവണ്ട. ശ്രീദേവിയുടെ ഉറച്ച സ്വരം. സത്യം ചെയ്യ്, ശ്രീദേവി ഒരിക്കൽ കൂടെ പറയവേ അബി നിവൃത്തിയില്ലാതെ ശ്രീദേവിക്ക് സത്യം ചെയ്തു കൊടുത്തു. അതിഥി അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങി ആ ചുമരിലേക്ക് ചാരി നെഞ്ചിൽ കൈവച്ച് നിന്നുപോയി. നെഞ്ചുമിടിച്ച് ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഉള്ളിൽ നിറയെ അവൻ്റെ കണ്ണുകളാണ് ഇപ്പോഴും. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറച്ചു കയറുകയാണ്. ഇന്ന് മേലേപ്പാട്ടേക്ക് വരാൻ എടുത്ത ആ തീരുമാനത്തെ അതിഥി ഉള്ളുകൊണ്ട് ശപിച്ചുപോയി. ആ, നീ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞു. മോള് എന്നാൽ വീട്ടിലേക്ക് പോയിക്കോ. അമ്മ ഇട്ടുന്നതിന് മുന്നേ അങ്ങ് വന്നേക്കാം. ദേവയാനി അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിഥിക്ക് നേരെ ചൊവ്വെ ശ്വാസം വീണത്. തറവാട്ട് വളപ്പിൽ ഒരു കുളമുണ്ട്. അതിഥി അവിടെ പോയി കൈയും മുഖവും വേഗത്തിൽ കഴുകി. പണിയെടുക്കുമ്പോൾ ഇട്ടിരുന്ന മുഷിഞ്ഞ കോട്ടൺ ചുരിദാർ മാറ്റി താൻ ഇട്ടുകൊണ്ടുവന്ന പട്ടുപാവാട എടുത്തിട്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ തിരികെ കവറിലേക്ക് തന്നെ ഇട്ട് തിരികെ ആ കൽപ്പടവുകൾ കയറാൻ ഒരുങ്ങവെയാണ് എതിരെ വരുന്നവനിൽ അതിഥിയുടെ കണ്ണുകൾ ഉടക്കിയത്. അബി തൊട്ടടുത്തെത്തിയപ്പോഴേക്കും അതിഥി ആലില പോലെ വിറച്ചുപോയി. സംയമനം വീണ്ടെടുത്തപ്പോൾ അതിഥി അവിടെ നിന്ന് ഓടാൻ തുനിഞ്ഞു. തൊട്ടടുത്ത നിമിഷം അഭിമന്യു അവളെ ആ കുളപ്പുരയുടെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. അതിഥിയുടെ കണ്ണുകൾ ഒന്നൂടെ മിഴിഞ്ഞു വന്നു. ദേഹത്ത് അവൻ്റെ ഭാരം ഇപ്പോൾ അതിഥിക്ക് അറിയാനുണ്ട്.
ഉറക്കെ അലറാൻ അവളൊന്ന് തുനിയവേ അതിഥിയുടെ വായ കൂടെ കൈകൊണ്ട് മൂടി അഭിമന്യു. പേടിയാവുന്നുണ്ടോ നിനക്ക്? അവൻ്റെ മുറുകിയ സ്വരം. വിയർപ്പ് തുള്ളികൾ അവളുടെ നെറ്റിയിലൂടെ ഊർന്നിറങ്ങി. നിന്നെ ഞാൻ ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ കൈ തല്ലി ഓടിച്ച ആ മഹാനുണ്ടല്ലോ, അവൻ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാവോ? അമ്മയെയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത കുറ്റത്തിനാ അവൻ്റെ മേൽ ഞാൻ കൈവച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ അച്ഛമ്മയുടെ മുന്നിൽ കല്ലുകൊള്ളിത്തരം കാണിക്കുന്നവനായി. അതും നീ കാരണം. അബി അവൻ്റെ കൈകൾ അയച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറി നിന്നു. ഇപ്പോൾ നീ പോയിക്കോ. നാളെ കോളേജിൽ വെച്ച് നിന്നെ എനിക്ക് കിട്ടും. ഇന്നത്തെ ഈ സാക്ഷി പറച്ചിലിനുള്ളത് നിനക്ക് ഞാൻ അവിടെ വെച്ച് തരാം. അതിഥിയുടെ കൈ ഒന്ന് കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അബി ആ പടവുകൾ തിരികെ കയറി. അതിഥി പകപ്പോടെ നിശ്ചലയായി ആ കൽപ്പടവുകളിൽ നിന്നുപോയി. അന്ന് കിടക്കുമ്പോൾ പിറ്റേന്ന് സൂര്യൻ ഉദിക്കല്ലേ എന്നുപോലും അതിഥി പ്രാർത്ഥിച്ചുപോയി. അത്രമാത്രം അവളെ ഭയം കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. കാലത്ത് കോളേജിൽ പോവാതിരിക്കാൻ 18 അടവും എടുത്തു അതിഥി. ഒന്നും ദേവയാനിയുടെ അടുത്ത് വില പോയില്ല. അന്ന് കോളേജിൽ പോവാൻ കൂട്ടിന് ഹരിതയും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും അതിഥി പെട്ടുപോയി എന്ന് പറയുന്നതായിരിക്കും ശരി. കോളേജിൻ്റെ ആ വലിയ ഗേറ്റിന് മുന്നിൽ നിശ്ചലയായി അതിഥി കുറച്ചു നേരം നിന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിഥി പേടി കൊണ്ട് ചൂളിപ്പോകുന്നുണ്ടായിരുന്നു. ആ വലിയ മാവിൻ്റെ ചുറ്റുമുള്ള സിമൻ്റ് ഇട്ട തറയിൽ നിന്ന് തന്നെ കാത്തുന്ന പോലെ ഇരിക്കുന്ന അബിയെയും ഗ്യാങ്ങിനെയും കാണെ അതിഥിക്ക് ആ ഭയം ഇരട്ടിച്ചു. അതിഥിയെ കാണെ അഭിമന്യു പതിയെ എഴുന്നേറ്റു. തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കാണെ അതിഥിക്ക് തല ചുറ്റും പോലെ തോന്നി. ഭൂമി ഒട്ടാകെ കറങ്ങുന്നു. കണ്ണിലാകെ ഇരുട്ട് കയറുന്നു. അവളുടെ കൃഷ്ണമണികൾ മേൽപോട്ട് മറിയുന്നത് കാണെ അഭി ഭയന്നുപോയി. അതിഥി ആ മണ്ണിലേക്ക് തളർന്നു വീഴും മുന്നേ അഭി ഓടി വന്ന് അവളെ പിടിച്ചിരുന്നു. വാടിയ താമരത്തണ്ട് പോലെ തൻ്റെ കയ്യിൽ കിടക്കുന്ന പെൺകുട്ടിയെ അഭിമന്യു കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുപോയി. എടാ അജു, ഈ പെണ്ണ് തലകറങ്ങി വീണടാ. അഭിമന്യു ഒരു ആശ്രയത്തിന് എന്ന പോലെ അജ്മലിനെ നീട്ടി വിളിച്ചു. അയ്യോ, ഇതിൻ്റെ കാറ്റുപോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ അയ്യോ ഭാവത്തിനൊന്ന് പേടിപ്പിക്കേണ്ട എന്ന്. എടാ, ആ തിരുവ തുറന്നൊന്നും പറയാതെ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിടണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. ശ്വാസം ഉണ്ടോടാ? ഇല്ലെങ്കിൽ നീ കുറച്ച് കൃത്രിമ ശ്വാസം കൊടുക്ക്, അജു പരിഭ്രമത്തോടെ പറഞ്ഞു. അബി അവനെ കണ്ണു കുറിപ്പിച്ചുകൊണ്ട് ഒന്ന് നോക്കി. നിനക്ക് വയ്യെങ്കിൽ മാറ്, ഞാൻ കൊടുക്കാം. അജു വിശാല മനസ്കനായി. ഇവളെങ്ങാനും തൊട്ട കൈ ഞാൻ വിട്ടു. അബി അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നാൽ നീ അതിനെ പൊക്കിയെടുത്ത വണ്ടിയിലോട്ട് ഇടുവല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ആ ചൊറിയൻ പ്രിൻസിപ്പൽ സാർ കണ്ടാൽ നമ്മളെ തൂക്കിയെടുത്ത് വെളിയിലിടും. അജു വെപ്രാളത്തോടെ കാറിൻ്റെ അരികിലേക്ക് ഓടി. അബി അവളെ കൈകളിൽ വാരിയെടുത്തുകൊണ്ട് അജുവിന് പിന്നാലെ ഓടി. കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ അതിഥിക്ക് തല പൊട്ടിപ്പിളരും പോലെ തോന്നി. വല്ലാത്തൊരു കനം തലക്ക്. കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കവേ താനിപ്പോൾ എവിടെയാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ അല്പം പ്രയാസം തോന്നി. ചുറ്റിലും ഒന്ന് നോക്കിയപ്പോഴാണ് അവൾ തനിക്കരികിലിരിക്കുന്ന അമ്മയെ കണ്ടത്. അതോടെ അതിഥിക്ക് അല്പം സമാധാനം തോന്നി. പക്ഷേ ആ സമാധാനം പാടെ മാഞ്ഞു പോവാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. റൂമിലേക്ക് ചെറിയൊരു കവറും കയ്യിൽ പിടിച്ചു വരുന്ന അബിയെ കാണെ പിന്നെയും തല ചുറ്റുന്ന പോലെ തോന്നി അതിഥിക്ക്. ഞാൻ ബില്ലടച്ചിട്ടുണ്ട് കേട്ടോ. അഭിമന്യു ദേവയാനിയുടെ കയ്യിൽ ബില്ലടച്ച കടലാസും 1-2 മരുന്നുകളും ഏൽപ്പിച്ചു. അതിഥിക്ക് രക്തക്കുറവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. HB ഒന്ന് റെഡിയാവാൻ ഈ ടാബ്ലറ്റ് എടുത്തോളാൻ പറഞ്ഞു. അഭിമന്യു കയ്യിലിരുന്ന മെഡിസിൻ ദേവയാനിക്ക് നേരെ നീട്ടി. തല ചുറ്റി വീണ അതിഥിയെ വേലേപ്പാട്ടെ അഭിമന്യു ആശുപത്രിയിൽ എത്തിച്ചു എന്ന് മാത്രമേ ദേവയാനിക്ക് അറിയുകയുള്ളൂ. അതിനു മുന്നേ അഭിയും അതിഥിയും കൂടെ ഉണ്ടായതുമൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭിമന്യുവിനെ അന്നേരം ദേവയാനിക്ക് വലിയ മതിപ്പായിരുന്നു. അതുവരെ തന്നിഷ്ടക്കാരനും താന്തോന്നിയുമായിട്ട് മാത്രമേ അവർ അഭിമന്യുവിനെ കണക്കാക്കിയിരുന്നുള്ളൂ. അതിഥി ഉണരുമ്പോൾ ഞങ്ങൾ പോയെന്ന് പറഞ്ഞേക്കെ ആൻറ്റി. വലിയ ഉപകാരം മോനെ. അവർ നന്ദിയോടെ അബിയെ നോക്കി. അബി പതറിയൊരു ചിരിയോടെ പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങവേ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരാൾ കണ്ണും വീഴ്ച കിടക്കുന്നു. അബി തന്നെ നോക്കുന്നു എന്നറിഞ്ഞ അതേ നിമിഷം അവൾ കണ്ണുകൾ ഇറുകി അടച്ചു കളഞ്ഞു. കള്ളയുറക്കം നടിച്ചു കിടക്കുന്നവളെ കാണെ അബിക്ക് ചിരി വന്നുപോയി. അവൻ ആ ചിരിയോടെയാണ് പുറത്തേക്ക് കടന്നതും. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അന്നത്തെ രാത്രി അബിക്ക് ഉറക്കം വന്നതേയില്ല. ഉള്ളിൽ ഇപ്പോഴും അവളുടെ മുഖമാണ്. അവളിൽ നിന്ന് വമിക്കുന്ന ഗന്ധമാണ്. തനിക്ക് ചുറ്റും ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ ഒരു കാന്തിക വലയം രൂപപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ഇനി പുറത്തു കടക്കാൻ മേലേപ്പാട്ട് അഭിമന്യുവിന് സാധിക്കില്ലായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് 1-2 ദിവസം കൂടെ അതിഥി കോളേജിൽ പോവേണ്ടി വന്നില്ല. ആ 1-2 ദിവസം അവളെ കാണാതെ മേലേപ്പാട്ട് ഒരുത്തൻ മുള്ളിൽമേൽ നിൽക്കുകയായിരുന്നു. കോളേജിൽ ആർട്സ് ഡേക്കുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു അന്ന് അഭിമന്യുവും കൂട്ടുകാരും. ആ കൊച്ചു വന്നിട്ടുണ്ട്, അജു വന്ന് പറയവേ അബി അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏത് കൊച്ച്? അബി നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഒരാഴ്ച മുന്നേ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കൊച്ചിനെയും എടുത്ത് നീ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പാഞ്ഞില്ലേ, ലവള്, ദാറ്റ് സെയിം കൊച്ച്.
അജു പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അബിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു വന്നു. എന്നാലും തൊട്ടടുത്ത നിമിഷം അവൻ മുഖത്തെ തെളിച്ചം കെടുത്തിയിരുന്നു. ഇല്ലെങ്കിൽ അത് മതി അജുവിന് പറഞ്ഞു കളിയാക്കാൻ. ഓ അതോ, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. ഓ നീ ഒന്നും വേണ്ട. കുറച്ച് ദിവസമായല്ലോ അവൾ സാധാരണ വരുന്ന ബസ് വരുന്ന സമയത്ത് ആ ഗേറ്റിന് മുന്നിൽ കുറ്റിയടിച്ച് നിൽക്കുന്നു. അതും പോരാഞ്ഞ് കോളേജിലോട്ട് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം അവളുടെ വീടിന് മുന്നിൽ എത്തുമ്പോൾ നീ കൂടെ തിരിയുന്ന പോലെ തിരിയുന്നത് കാണാമല്ലോ. അജു അങ്ങ് വിശദീകരിച്ചു വന്നപ്പോഴേക്കും അബി അവൻ്റെ വായ അങ്ങ് പൊത്തിപ്പിടിച്ച് ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ഒന്ന് പതിയെ പറയടാ, അവന്മാർ കേൾക്കും. അബി അവനെ നോക്കി പല്ല് ഞെരിച്ചു. ഞാനായിട്ട് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല അബി, നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ. എന്ത്? അബിയുടെ മുഖം ചുളിഞ്ഞു. നീ ഒരു കള്ളഗാമുകനാണെന്ന് പറയുന്നതിനൊപ്പം അജു ചിരിച്ചുപോയി. പോടാ. ഇരു കൈകൾ കൊണ്ടും മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അഭിമന്യു ചുണ്ടിൽ തെളിഞ്ഞ ചിരി മായ്ച്ചു കളഞ്ഞു. അങ്ങനെ തൂത്താലും തുടച്ചാലും ഒന്നും ആ ഗാമുകഭാവം പോയില്ലടാ. അജു പിന്നെയും കളിയാക്കി. ഒന്ന് പോടാ. അബിക്ക് ശരിക്കും ചിരി വന്നു. എന്നാലും ഒന്ന് ഇരുത്തി നോക്കിയപ്പോലും തല ചുറ്റി വീഴുന്ന ആ പെങ്കൊച്ചിനെ നീ എങ്ങനെ വളക്കുമെന്ന് എനിക്കൊരു ഊഹവുമില്ല അബി, അജു പറഞ്ഞു. എനിക്കും. അബിയും കൈമലർത്തി. ആർട്സ് ഡേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയായതുകൊണ്ട് ആ പേരിൽ തന്നെ അതിഥിയുടെ മുന്നിൽ പോയി ചാടാമെന്ന് രണ്ടാളും തീരുമാനിച്ചു. അധ്യാപകർ ക്ലാസ്സിൽ ഇല്ലാത്തൊരു നേരം നോക്കി അബിയും കൂട്ടുകാരും അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. വാതിൽ കടന്നു വരുന്ന അബിയെ കാണെ അതിഥി വിരണ്ടുപോയി. സീനിയേഴ്സിനെ കാണെ ക്ലാസ്സിലുള്ള ബാക്കി കുട്ടികൾ ഭവ്യതയോടെ എഴുന്നേറ്റു. അതിഥിക്ക് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല. കയ്യും കാലും തണുത്ത് എഴുന്നേൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ. അതിഥിയുടെ ഉള്ളിൽ അഭിമന്യുവിന് ഒരു ദുഷ്ടൻ്റെ രൂപമാണ്. ജനിച്ചതിൽ പിന്നെ ഇത്രയും പ്രകോപിതനാകുന്ന, ഇത്രയും ദേഷ്യപ്പെടുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അബിയെ പോലെ ഒരാളെ അവൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ അബി തന്നെ അവൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ. അതിൽ അത്ഭുതപ്പെടാനില്ല. ഏറ്റവും പുറകിലുള്ള ബെഞ്ചിൽ പേടിച്ചരണ്ടിരിക്കുന്ന അതിഥിയെ കാണെ അബിയുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. ആർട്സ് ഡേ നടക്കാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞല്ലോ. പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അതാത് ഐറ്റത്തിന് വന്ന് പേര് നൽകണം. അബി എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും നടത്താനിരിക്കുന്ന പരിപാടികളുടെ പേരും പറഞ്ഞു കൊടുത്തു. അബി പറഞ്ഞത് പ്രകാരം പിള്ളേർ ഓരോരുത്തർ വന്ന് പേര് കൊടുക്കാനും പരിപാടിയുടെ നിബന്ധനകൾ ചോദിച്ച് മനസ്സിലാക്കാനും തുടങ്ങി. അന്നേരവും പുറകിലെ ബെഞ്ചിലെ മൂലയിൽ ഇരിക്കുന്ന ആൾ ഒന്ന് അനങ്ങുക കൂടെ ചെയ്തില്ല. തന്നെ അവളൊന്ന് മുഖം ഉയർത്തി നോക്കുക കൂടെ ഇല്ല എന്ന് കണ്ടപ്പോൾ അബിയുടെ ക്ഷമയും കെട്ടു. അബി ആ തിരക്കുകൾക്കിടയിലൂടെ നടന്നു വന്ന് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. അതിഥി ആ പേടിച്ച മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. താൻ ഒന്നിനു പങ്കെടുക്കുന്നില്ലേ? സൗമ്യമായിരുന്നു അവൻ്റെ ശബ്ദം. അതിഥി അവനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി. ഇത്രയും സൗമ്യതയോടെ അയാൾക്ക് സംസാരിക്കാൻ അറിയുമോ എന്നവൾ അത്ഭുതപ്പെട്ടു. തന്നോടാ ചോദിച്ചേ? ഇല്ല. അതെന്താ? എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തേ പറ്റൂ. എനിക്ക് അറിയില്ല, അതുകൊണ്ടാ. എന്തറിയില്ല എന്ന്? അങ്ങനെ ഒരു കഴിവുമില്ലാത്ത ആളുകളുണ്ടാവുമോ? അബി കവിളിൽ കൈത്താങ്ങി ഇരുന്നു കൊണ്ട് അവളെ നോക്കി. അതിഥി ഒന്നും മിണ്ടിയില്ല. അത്രയും അടുത്താണ് അവൻ ഇരിക്കുന്നത്. അവൻ്റെ ഗന്ധം അവളുടെ ആത്മാവോളം എത്തുന്നുണ്ട്. താൻ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? ഞാൻ തന്നോട് മര്യാദക്കല്ലേ സംസാരിക്കുന്നേ? അബി വിയർപ്പ് പൊടിഞ്ഞ അവളുടെ മുഖത്ത് കണ്ണുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം വെച്ചുകൊണ്ട് ചോദിച്ചു. സ്വല്പം നീങ്ങിരിക്കാവോ? അതിഥി പേടിച്ചാണ് അത് ചോദിച്ചത്. പലരും തങ്ങളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അബിക്ക് പെട്ടെന്ന് ചിരി വന്നു. ഓ, ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ആദ്യം പറയണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അബി അവളുടെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു. അതിഥിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ചെരിഞ്ഞിരുന്ന് അവളെ നോക്കുന്നവൻ്റെ ദൃഢമായ നെഞ്ചിൽ അതിഥിയുടെ വലത്തെ കൈ ഉരസുന്നുണ്ട് ഇപ്പോൾ. അത്രയും അടുത്താണ് ഇരിപ്പ്. അതിഥിക്ക് എഴുന്നേറ്റ് പോകണമെങ്കിൽ പോലും അബി മാറണം. ഇത്രയും മതിയോ അതോ ഇനിയും നീങ്ങണോ? അബി അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു വെച്ചു. പ്ലീസ്. അതിഥി സ്വയം അറിയാതെ അവൻ്റെ നെഞ്ചിൽ കൈത്താങ്ങി അവനെ തള്ളി നീക്കി. വിയർത്തു കുതിർന്ന ആ ഉള്ളംകൈയുടെ ചൂട് തൻ്റെ നെഞ്ചിൽ തൊട്ടറിഞ്ഞപ്പോൾ അബി പരിഭ്രമിച്ചു പോയി അതിഥിയേക്കാൾ. അബി വേഗത്തിൽ കയ്യിലിരുന്ന ലിസ്റ്റ് ഡെസ്കിലേക്ക് വെച്ചു. പങ്കെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്താൽ ഞാൻ എഴുന്നേറ്റ് പോയേക്കാം. അതിഥി അവനെ ദയനീയമായി ഒന്ന് നോക്കി. വേഗം വേണം. അബി ശബ്ദമുയർത്തി. അതിഥി ഭയത്തോടെ തിരികെ ആ പേപ്പറിലേക്ക് തന്നെ നോക്കി. ഓരോ പരിപാടിയിലൂടെയും അവളുടെ കണ്ണ് പാഞ്ഞു. പറഞ്ഞത് ചെയ്യാതെ അവൻ തൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോവില്ല എന്ന് തോന്നിയപ്പോൾ വേറെ വഴിയില്ലാതെ ഏറ്റവും അവസാന കോളത്തിൽ കിടന്ന പേരിൽ അവളുടെ ചൂണ്ടുവിരൽ തൊട്ടു. ഡ്രോയിങ്. അബി പതിയെ അത് വായിച്ചു. താൻ വരക്കുമോ? അബി അവളുടെ പേര് ആ കോളത്തിൽ എഴുതി ചേർത്തുകൊണ്ട് മെല്ലെ ചോദിച്ചു. ഇല്ല, വരയ്ക്കില്ല. അത് ശരി, പിന്നെന്തിനാ പേര് തന്നെ? പേര് തന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോവില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ.
വിക്കി വിക്കിയാണ് പറയുന്നതെങ്കിലും ആ കണ്ണുകളിൽ കൂർത്തൊരു നോട്ടം തെളിഞ്ഞത് അബിക്ക് പെട്ടെന്ന് മനസ്സിലായി. താൻ എന്നെ നൈസായിട്ട് നോക്കി പിടിപ്പിക്കുന്നുണ്ടോ? അബിയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അവൾ മിഴികൾ താഴ്ത്തിക്കൊണ്ട് തല വെട്ടിച്ചു. പിന്നെ മത്സരത്തിന് പേരും തന്നിട്ട് മുങ്ങാനാണ് പരിപാടിയെങ്കിൽ വേണ്ട, വീട്ടിൽ വന്ന് പൊക്കും ഞാൻ. ആ കടലാസം കൊണ്ട് എഴുന്നേറ്റ് പോകുന്നതിനിടെ അബി താക്കിയതോടെ പറഞ്ഞു. അതിഥി അവൻ പോകുന്നത് നോക്കി അങ്ങനെ ഇരുന്നു പോയി. അതിഥിക്ക് അന്നേരം അബിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ആദ്യമായിട്ടായിരിക്കും അതിഥിക്ക് ഒരാളോട് ഇങ്ങനെ ദേഷ്യം തോന്നുന്നത്. ഒരാളെയും ഉപദ്രവിക്കാതെ സ്വയം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന തൻ്റെ പിറകെ നടന്ന് ഉപദ്രവിക്കുന്നതിൽ അയാൾക്ക് എന്താ ലാഭം കിട്ടുന്നത് എന്ന് ഓർത്തുപോയി അവൾ. പക്ഷെ അന്നേരം അതിഥി അറിഞ്ഞില്ല, തനിക്ക് ചുറ്റും സ്വയം താൻ തന്നെ സൃഷ്ടിച്ചെടുത്ത പുറന്തോടിനെ പ്രണയം കൊണ്ട് പൊട്ടിച്ചെറിയാൻ ദൈവം നിയോഗിച്ചത് അവനെയാണെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അതിഥിക്ക് ചുറ്റും ഒരു നിഴൽ പോലെ അഭിമന്യുവിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിഥിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുകയായിരുന്നു മേലേപ്പാട്ടെ അഭിമന്യുവിൻ്റെ പകലും രാത്രിയും. അന്ന് തനിയെ ക്ലാസ്സിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഭിമന്യു ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അതിഥിയെ കൂടാതെ 1-2 പിള്ളേർ ഉണ്ടാവും ക്ലാസ്സിൽ. ബാക്കി എല്ലാവരും ക്യാൻറ്റീനിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അതിഥി വെപ്രാളത്തോടെ ചോറ്റുപാത്രം അടച്ചു വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും അബി അത് അരികിലേക്ക് വിളിച്ചു വെച്ചിരുന്നു. മുഴുവൻ കഴിച്ചില്ലല്ലോ, പിന്നെന്തിനാ അടക്കാൻ നോക്കിയേ? അബിയുടെ കണ്ണിൽ കുറുമ്പാണ്. അതിഥി വെപ്രാളപ്പെട്ടു പോയി. ഏത്? അബി അവളുടെ കുനിഞ്ഞുപോയ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ചു ദിവസം മുന്നേ തനിക്കൊപ്പം ഇരുന്ന് തൻ്റെ ഭക്ഷണം അവൻ പങ്കിട്ട് കഴിച്ചത് ഓർമ്മ വന്നുപോയി അതിഥിക്ക്. അതിഥിയെ സംബന്ധിച്ച് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. താൻ അവന് മുന്നിൽ എത്രയോ ചെറുതാണെന്ന ചിന്ത അതിഥിക്കുണ്ട്. അത് തന്നെയാണ് അബി പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നതും. അന്നെനിക്ക് വിശന്നിട്ട് കഴിച്ചതല്ലേ അതിഥി, ഇന്നെനിക്ക് വിശപ്പില്ലടോ, അവളുടെ മനസ്സ് വായിച്ചെന്ന പോലെ അബി പറഞ്ഞു. അതിഥി ഒന്നും മിണ്ടിയില്ല. അബിയെ അവൾക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അബി തൻ്റെ കയ്യിലിരുന്ന ചെറിയ കവർ അവൾക്ക് നേരെ നീക്കി വെച്ചു കൊടുത്തു. ഡെസ്കിലിരുന്ന ആ ചെറിയ കവറിലേക്കും അബിയുടെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. തുറക്ക്, തനിക്കാണ്. നാളെയല്ലേ ഓഫ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മടിച്ചാണ് അവൾ ആ കവറിൻ്റെ അകവശം പരിശോധിച്ച് നോക്കിയത്. കുറച്ച് പെൻസിലും പെയിൻറ്റുമാണ്. അതിഥി കണ്ണുകളിൽ അത്ഭുതം നിറച്ച് അവനെ ഒന്ന് നോക്കി. തിരികെ അവനും ഒരു നോട്ടം നോക്കി അതിഥിയെ. ആത്മാവ് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു നോട്ടം. അതിഥിക്ക് ശ്വാസം വിലങ്ങിപ്പോയി ആ നോട്ടത്തിൽ. കേവലം ഒരു നോട്ടം കൊണ്ട് ഹൃദയത്തിലേക്ക് വേരുകൾ പടർത്താൻ കഴിയുമോ? അതിഥി ഉള്ളിൽ ചോദിച്ചുപോയി. പറ്റുമായിരിക്കും. മുന്നിലിരിക്കുന്നവന് അതിന് പറ്റുന്നുണ്ട്. അവൾ തന്നെ ആ ചോദ്യത്തിന് ഉത്തരവും കണ്ടെത്തി. നമ്മുടെ സീനിയർ ചേട്ടനും നീയും കൂടെ നല്ല കൂട്ടാണോ? ഹരിത ചോദിക്കുമ്പോൾ അതിഥി മറ്റെന്തോ ചിന്തകളിലായിരുന്നു. ഞാൻ ചോദിച്ചത് നീ കേട്ടോ? സ്വപ്നലോകത്തെന്ന പോലെ നിൽക്കുന്ന അതിഥിയെ അവളൊന്ന് തട്ടി വിളിച്ചു. എന്താ? അഭിച്ചേട്ടനും നീയും നല്ല കൂട്ടാണോ എന്ന്. ആരു പറഞ്ഞു? കോളേജിലെ പിള്ളേരൊക്കെ പറയുന്നുണ്ട്. ഹരിത അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിഥിക്ക് എന്തോ പേടി തോന്നി. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് വന്ന് പറഞ്ഞു. അതിഥി ഒന്ന് ഞെട്ടി. എന്നിട്ട് ഹരിത എന്താ പറഞ്ഞേ? ഞാൻ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിഥി എന്നോട് പറയാതിരിക്കില്ല എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിഥിക്ക് അല്പം ആശ്വാസമായി. അല്ലെങ്കിലും ആ ചേട്ടന് നിന്നോട് ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞാൽ അവളുടെ തലക്ക് ഓളം തന്നെ. ആ ചേട്ടനൊക്കെ എത്ര ഭംഗിയുള്ള പെൺപിള്ളേരെ കിട്ടും. എന്തോ തമാശ പറയും മട്ടിൽ ആണ് ഹരിത അത് പറഞ്ഞത്. പക്ഷേ ആ തമാശക്കകത്ത് മുഴച്ചു നിന്ന പരിഹാസവും അസൂയയും അതിഥിക്ക് മനസ്സിലായില്ല. ആ വലിയ ഹാളിൽ കയ്യിൽ തന്ന വെളുത്ത കടലാസിലേക്ക് നോക്കിയിരിക്കെ അതിഥിയുടെ ഉള്ളംകൈ പോലും വിയർക്കുന്നുണ്ടായിരുന്നു. ഫാനിൻ്റെ നേരെ ചുവട്ടിൽ ഇരുന്നിട്ടും പലവട്ടം അതിഥി ഷാൾ കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി. ഇടയ്ക്കെപ്പോഴോ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വരാന്തയിൽ ചുമരിൽ ചാരി അതിഥിയെ തന്നെ നോക്കി നിന്നിരുന്ന അഭിമന്യു അവളെ നോക്കി പതിയെ ചിരിച്ചു. തള്ളവിരൽ ഉയർത്തി ഒരു ഓൾ ദ ബെസ്റ്റും കൊടുക്കാൻ അവൻ മറന്നില്ല. അതിഥി അവനോട് തിരികെ ഒന്ന് ചിരിക്കുക കൂടെ ചെയ്യാതെ മുഖം വെട്ടിച്ചു കളഞ്ഞു. മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ സാർ വന്ന് ഡ്രോയിങ്ങിനുള്ള വിഷയം ആ കറുത്ത ബോർഡിലേക്ക് എഴുതിയിട്ടു. ബാല്യകാലം. അതിഥി പതിയെ അത് വായിച്ചെടുത്തു. മത്സരത്തിന് പങ്കെടുത്ത കുട്ടികളിൽ നിന്നും ചെറിയ മുറുമുറുപ്പ് ഉയർന്നു. സാധാരണ എന്തെങ്കിലും ഒരു ചെടിച്ചട്ടിയോ ട്രോഫിയോ നോക്കി വരക്കാൻ കൊടുന്ന് മുന്നിൽ വെക്കാറാണല്ലോ പതിവ്. ഇവിടെ പക്ഷേ ഒരു വിഷയം തരികയാണ് ഉണ്ടായത്. അപ്പോൾ വരക്കാനുള്ള കഴിവ് മാത്രമല്ല, വരക്കുന്നയാളുടെ ഭാവനക്കും മാർക്കുണ്ട്. അതിഥി മനസ്സിൽ കണക്കുകൂട്ടി. അതിഥി പെൻസിൽ കയ്യിലെടുത്തു. കുഞ്ഞിലെ എല്ലാം വെറുതെ വരച്ചു കൂട്ടുമായിരുന്നു. കളർ പെൻസിലൊന്നും അതിഥിക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരക്കാനുള്ള ആയുധം കരിക്കട്ടയായിരുന്നു. കുമ്മായം അടിച്ച ചുമരിൽ ഓരോന്ന് വെറുതെ കോറിയിടും. ചുമര് നാശമാക്കുന്നെന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞു തുടങ്ങിയതിൽ പിന്നെ അതിഥി അതോ ഉപേക്ഷിച്ചു. കുട്ടിക്കാലത്ത് തുണി കൊണ്ട് തുന്നിയ ഒരു ഒറ്റക്കണ്ണൻ പാവയായിരുന്നു അതിഥിയുടെ ഏക കളിപ്പാട്ടം. അതിൻ്റെ ഒറ്റക്കണ്ണിൽ ചായം വരച്ചു കൊടുത്തും
പൊട്ട് തൊടിയിപ്പിച്ചു കൊടുത്തും കുഞ്ഞതിഥി സന്തോഷം കണ്ടെത്തും. മറ്റുള്ള കുട്ടികൾ പുത്തൻ ഉടുപ്പിട്ടും വയർ നിറച്ച് ഇഷ്ടഭക്ഷണം കഴിച്ചും നടക്കുമ്പോൾ അതിഥി ആ ഒറ്റക്കണ്ണുള്ള ബൊമ്മയും കൊണ്ട് അരവയറുമായി നടക്കും. ചില ദിവസങ്ങളിൽ അങ്ങനെ വിശപ്പ് കൊണ്ട് മയങ്ങുമ്പോൾ അതിഥി തങ്ങളുടെ വീടിൻ്റെ പൊട്ടിയ ഓടിനിടയിലൂടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ദിവ്യ വെളിച്ചം റൂമിലേക്ക് വരുന്നതായി സ്വപ്നം കാണും. ആ ദിവ്യ വെളിച്ചം തെളിയിക്കുന്ന പാതയിലൂടെ പുത്തനുടുപ്പും കളിപ്പാട്ടങ്ങളും മിഠായികളും ഒഴുകി വരുന്നത് കാണുമ്പോൾ കുഞ്ഞി അതിഥി ഉറക്കത്തിൽ മനസ്സ് നിറഞ്ഞു ചിരിക്കും. എപ്പോഴോ ഉറക്കം തെറ്റി ഞെട്ടി ഉണരുമ്പോഴായിരിക്കും അതൊരു സ്വപ്നമാണെന്ന് അറിയുക. എന്നാലും കുഞ്ഞതിഥി പുലരുവോളം ആ ദിവ്യ വെളിച്ചം നോക്കി ഉറങ്ങാതെ കിടക്കും. അതിഥി ചിത്രം വരച്ച് അവസാനിപ്പിച്ചു. എൻ്റെ ബാല്യം എന്നൊരു അടിക്കുറിപ്പും എഴുതി. പേപ്പറിനടിയിൽ അതിഥി എന്ന പേര് കൂടെ എഴുതി മുന്നിൽ നിൽക്കുന്ന സാറിന് നീട്ടി. സാർ അത് വാങ്ങി വെറുതെ ഒന്ന് കണ്ണോടിച്ചു. തൊട്ടടുത്ത നിമിഷം അദ്ദേഹം അരിവോടെ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. ഒപ്പം ഇരുന്നിരുന്ന കുട്ടികളെല്ലാം ഇത്രയും എളുപ്പം കഴിഞ്ഞു എന്ന ഭാവത്തിൽ അവളെ നോക്കുന്നുണ്ട്. അതിഥി ആർക്കും മുഖം കൊടുക്കാതെ പുറത്തേക്ക് നടന്നു. സാറേ, ആ ചിത്രങ്ങളൊന്ന് കാണിച്ചു തരുമോ? മനോജ് സാർ എല്ലാവരുടെയും ചിത്രങ്ങൾ കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലോട്ട് പോവുകയായിരുന്നു. അന്നേരമാണ് അബി ഇടയിൽ കയറിയത്. തനിക്കെന്തിനാടോ? മനോജ് സാർ ചിരിയോടെ അബിയെ ഒന്ന് നോക്കി. വെറുതെ ഒന്ന് കാണാനാ. തരാവോ? ഇപ്പോൾ തന്നെ തിരികെ തരാം, അബി ചോദ്യം ആവർത്തിച്ചു. മനോജ് മാഷ് അതവന് നേരെ നീട്ടി. അബി അതിനിടയിൽ അതിഥിയുടെ ചിത്രം തിരഞ്ഞു പിടിച്ചു. നിറങ്ങൾ അധികമില്ലാത്ത ഒരു ചിത്രം. ഒറ്റക്കണ്ണുള്ള ഒരു പാവയും കയ്യിൽ പിടിച്ചുകൊണ്ട് കീറിപ്പറഞ്ഞ ഉടുപ്പുകളുമായി ഒരു പെൺകുട്ടി ഒരു മഞ്ഞ വെളിച്ചത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്തെ നിരാശ, വേദന എല്ലാം അവൾ വരച്ചു ഫലിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ബാല്യം എന്ന് അവൾ എഴുതിയ അടിക്കുറിപ്പിലേക്ക് കൂടെ കണ്ണുകൾ പായവേ അഭിമന്യുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മനോജ് മാഷ് കാണാതെ അവൻ നിറഞ്ഞ കണ്ണ് ഷർട്ടിൻ്റെ കോളറിൽ തുടച്ച് ആ പേപ്പറുകൾ അദ്ദേഹത്തിന് തന്നെ കൈമാറി വേഗത്തിൽ മുന്നോട്ട് നടന്നു. അതിഥി ഗണേശൻ. സ്റ്റേജിൽ നിന്ന് ആ പേര് മുഴങ്ങി കേൾക്കവേ അതിഥി ഭയപ്പെട്ടുപോയി. ചുറ്റിലും കയ്യടി മുഴങ്ങിയപ്പോൾ അതിഥി ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് ചുറ്റും നോക്കി. ഇത്രയും ആളുകളുടെ മുന്നിൽ കയറി സമ്മാനം വാങ്ങാൻ അവൾക്ക് ജാള്യത തോന്നി. കണ്ണുകൾ കൊണ്ട് ചുറ്റിയൊന്ന് നോക്കിയപ്പോൾ സ്റ്റേജിനരികിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അഭിമന്യുവിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. സ്റ്റേജിലേക്ക് വരാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അതിഥി പേടിച്ച് വന്ന് ആ സമ്മാനം വാങ്ങി. തിരികെ ഇറങ്ങുമ്പോൾ നിറഞ്ഞ ചിരിയോടെ കൈയെടുക്കുന്നവനിൽ ഒന്നുകൂടെ കണ്ണുടക്കി. പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ നിൽക്കുന്ന മേലേപ്പാട്ടെ അഭിമന്യുവിനെ കാണെ അതിഥിക്ക് ചിരി വന്നു. ഹരിത പറഞ്ഞ കാര്യമാണ് അതിഥിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. നീയും അഭിച്ചേട്ടനും ഇഷ്ടത്തിലാണെന്ന് ആരോ വന്ന് പറഞ്ഞെന്നു പോലും. ഏത് കണ്ണുപൊട്ടിയാണാവോ കൃഷ്ണ അത് പറഞ്ഞത്? അതിഥി മനസ്സിൽ കരുതുകയും ചെയ്തു. കിട്ടിയ ട്രോഫിയും സർട്ടിഫിക്കറ്റും അമ്മയെ കൊടുന്ന് കാണിച്ചു. അമ്മ അതിന് വലിയ മുഖം കൊടുക്കില്ല എന്ന് കരുതിയ അതിഥിയെ ദേവയാനിയുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ കുഞ്ഞു മുറിയിൽ മരത്തിൻ്റെ ചെറിയ ടേബിളിൽ അതിഥിയുടെ പുസ്തകങ്ങൾക്കൊപ്പം വെച്ച ട്രോഫി അവർ ഇടയ്ക്കിടയ്ക്ക് തൊട്ടു നോക്കുകയും ഭംഗി നോക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും നീ വരച്ചത് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും പിള്ളേർ ഉള്ളിടത്ത് നിനക്ക് 1ാം സമ്മാനം കിട്ടിയില്ലേ? അപ്പോൾ നിനക്ക് അവരെക്കാളെല്ലാം കഴിവുണ്ടെന്ന് പറഞ്ഞ് അമ്മ അവളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഏറെ നാളുകൾക്ക് ശേഷം അമ്മയുടെ മുഖം ഒന്ന് തെളിഞ്ഞു കാണവേ അതിഥിയുടെ ഉള്ളും നിറഞ്ഞു. എന്തോ ഈ സന്തോഷത്തിന് കാരണക്കാരൻ ആയവനെ അവൾ വെറുതെ അന്നേരം ഒന്ന് ഓർത്തുപോയി. പിറ്റേന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ പതിവിന് വിപരീതമായി അതിഥിയുടെ മിഴികൾ ചുറ്റുമൊന്ന് തിരിഞ്ഞു. ദൂരെ മാറി നിന്ന് അവളെ വീക്ഷിക്കുന്ന അബി അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അന്ന് ലഞ്ച് ബ്രേക്കിന് എന്നത്തെയും പോലെ അബി അവളുടെ അരികിൽ തന്നെ വന്നിരുന്നു. ഉള്ളിൽ ഇപ്പോഴും പരിഭ്രമം ഉണ്ടെങ്കിലും അതിഥി മുഖമുയർത്തി അവനെ നോക്കി പതിയെ ചിരിച്ചു. അബിയുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. അമ്മക്ക് സമ്മാനം കിട്ടിയത് അറിഞ്ഞപ്പോൾ സന്തോഷമായി. പതിയെ അവൾ ആ ചിരിക്ക് പിന്നിലെ കാരണവും വ്യക്തമാക്കി. തനിക്ക് സന്തോഷമായില്ലേ അപ്പോൾ? അബി അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. ആ ഉവ്, ഒറ്റ വാക്കിൽ അവൾ ഉത്തരവും ഒതുക്കി. ഡെസ്കിലേക്ക് നീട്ടിവെച്ച കൈകളിലെ ആ നീണ്ട വിരലുകളിൽ ഒന്ന് തൊടാൻ അബിയുടെ ഉള്ളു വെമ്പി. എന്നാലും പാടുപെട്ട് അവൻ സ്വയം നിയന്ത്രിച്ചു. എന്നെയും ഒന്ന് വരച്ചു തരാമോ? അബി പതിയെ ചോദിച്ചു. അയ്യോ, എനിക്ക് അത്രയൊന്നും വരയ്ക്കാൻ അറിയില്ല, അതിഥി പെട്ടെന്ന് മറുപടിയും പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കടോ പ്ലീസ്, അബി പറയവേ അതിഥി അവനെ നോക്കി നിസ്സഹായതയോടെ ഇരുന്നു പോയി. നാളെ എൻ്റെ ചിത്രം കൊണ്ട് വന്നാൽ മതി എന്ന് തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞാണ് അബി അന്ന് അതിഥിയെ വീട്ടിലേക്ക് വിട്ടത്. അന്ന് രാത്രി 4-5 മണിക്കൂർ അതിഥി ഉറക്കമൊഴിച്ച് പെൻസിലും പിടിച്ചിരുന്നു. എന്തോ അവൻ്റെ ചിത്രം വരയ്ക്കാൻ വിരലുകൾ വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ആ ഒഴിഞ്ഞ ചാർട്ട് പേപ്പറും കൊണ്ടാണ് അതിഥി തിരികെ കോളേജിലേക്ക് എത്തിയത്. ആകാംക്ഷയോടെ അതിഥിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പേപ്പറിലേക്ക് നോക്കിയ അബിയുടെ മുഖം ഒന്ന് മങ്ങി. ആ മങ്ങിയ മുഖത്തോടെ അതിഥിയെ അവൻ നോക്കി. പരിഭവം മൂടിയ അവൻ്റെ ആ ഭാവം അതിഥി ആദ്യമായി കാണുകയാണ്.
എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ഞാൻ ഒരുപാട് നേരം ഇരുന്നു ഇന്നലെ. മുഖം വ്യക്തതയോടെ ഉള്ളിലേക്ക് വന്നില്ല. അതുകൊണ്ടാ. ഒരു ഫോട്ടോ തരുകയാണെങ്കിൽ അതുപോലെ നോക്കി വരക്കാൻ ശ്രമിക്കാം, അതിഥി പതിയെ പറഞ്ഞു. ഓ, അപ്പോൾ ചിത്രം കിട്ടണമെങ്കിൽ അതിഥിയുടെ ഉള്ളിൽ എൻ്റെ മുഖം വ്യക്തതയോടെ ഉണ്ടാവണം അല്ലേ? അബി ചിരിയോടെ ചോദിച്ചു. അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ അതിഥി പതിയെ തലയാട്ടി. അബി ആളൊഴിഞ്ഞ ആ കോളേജ് ചുമരിനരികിലേക്ക് അവളെ ചേർത്ത് നിർത്തി. ഇരു കൈകളും അവൾക്ക് ഇരുവശവും വെച്ചുകൊണ്ട് അബി അവളുടെ മിഴികളിലേക്ക് നോക്കി. പിടഞ്ഞുയരുന്ന ആ മിഴികളിൽ അബിയുടെ ഹൃദയം ഒന്ന് പിടച്ചു. നോക്കതിഥി, ഈ രണ്ട് കുഞ്ഞിക്കണ്ണും, ദേ ഈ നീണ്ട മൂക്കും, പിന്നെ ഈ ചുണ്ടും, അത്രയല്ലുള്ളൂ എൻ്റെ ഈ മുഖത്ത്. പറയുന്നതിനൊപ്പം തന്നെ അബി അതിഥിയുടെ വിരൽത്തുമ്പ് പിടിച്ചെടുത്തുകൊണ്ട് കണ്ണിലും അതരങ്ങളിലും ഒന്ന് തൊട്ടു. ഇത് ഓർത്തു വെക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എൻ്റെ അതിഥി? ഇനി മറക്കില്ലട്ടോ. മറക്കണമെന്ന് വിചാരിച്ചാലും അതിഥിക്ക് മറക്കാൻ പറ്റില്ല. വശ്യമായിരുന്നു അവൻ്റെ സ്വരം. ആ അല്പം നനവാർന്ന അതരങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ വിരൽ തൊട്ട നിമിഷം അതിഥിക്ക് അടിവയറിൽ നിന്ന് 100,000 ചിത്രശലഭങ്ങൾ ചിറകടിച്ചുയരുന്ന പോലെ തോന്നി. സ്വബോധം വന്ന അതേ നിമിഷം അതിഥി തൻ്റെ കൈ അവനിൽ നിന്നും വലിച്ചെടുത്തു. ഉള്ളിൽ കുമിഞ്ഞുകൂടിയ പരിഭ്രമത്തോടെ അവൾ അവനെ തള്ളി മാറ്റി ഓടുമ്പോൾ അബി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ദേ, നാളെ ചിത്രം വരക്കാതെ ഇങ്ങ് വരണ്ട, അബി ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അന്ന് രാത്രി അതിഥിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ അവൻ്റെ മുഖമാണ്. ആ കുഞ്ഞി കണ്ണുകളും നീണ്ട മൂക്കും പിന്നെ ആ അതരങ്ങളും. അതിഥി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ഉറക്കം കെടുത്തുന്ന ആ രൂപം ഉള്ളിൽ നിന്നും അയച്ചു കളയാൻ നോക്കി. ഇല്ല, പറ്റുന്നില്ല. അവൻ പറഞ്ഞ പോലെ മനസ്സിൽ അവൻ്റെ രൂപത്തിന് വ്യക്തത കൂടി വരികയാണ്. പിറ്റേന്ന് അതിഥി നീട്ടിയ കടലാസിലേക്ക് നോക്കി അബി അത്ഭുതപ്പെട്ടു നിന്നുപോയി. അത്രയും വ്യക്തതയോടെ വരച്ചിരിക്കുന്നു അവൾ. നന്നായിട്ടുണ്ട് അതിഥി, അബി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഇന്നലത്തെ പരിഭ്രമം മാറാത്തതുകൊണ്ട് അതിഥിക്ക് തിരികെ ചിരിക്കാനായില്ല. താങ്ക്സ് പറയുന്നതിനൊപ്പം അബി അവളുടെ ഉള്ളംകൈയിൽ ഒരു ചുംബനവും കൊടുത്തു. അതിഥി അവനെ കണ്ണുമിഴിച്ച് നോക്കിപ്പോയി. ആദ്യമായി കിട്ടിയ ചുംബനത്തിൽ അവൾ ഒന്ന് ആടി ഉലഞ്ഞുപോയി. മുന്നിലിരിക്കുന്നവനോട് ആദ്യം അവൾക്ക് ഭയം തോന്നി. താൻ ഒരു സാധു ആയതുകൊണ്ടായിരിക്കും അവൻ തന്നെ ഇങ്ങനെ കളിപ്പാവ പോലെ കളിയാക്കുന്നത് എന്ന ചിന്ത കൂടെ വന്നപ്പോൾ അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. പക്ഷേ ഉള്ളിൽ തോന്നുന്ന ദേഷ്യം പുറത്തേക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അതിഥിക്ക് അറിയില്ല. ദേഷ്യമാണോ എന്നോട്? അവളുടെ മാറിയ മുഖഭാവത്തിൽ നിന്ന് തന്നെ അബി അവളുടെ ഉള്ളു വായിച്ചു. അവൾ നിഷേധിക്കാതെ അതേ എന്ന് തലയാട്ടി. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ തന്നെ മുതലെടുക്കുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടമാണല്ലോ ഈ അതിഥിയെ, അബി അവളുടെ മുഖമാകെ കണ്ണുകൾ കൊണ്ട് പരതിക്കൊണ്ട് പറഞ്ഞു. അതിഥി ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റിപ്പോയി. അതിഥി തിരിച്ചും എന്നെ ഇഷ്ടപ്പെടാവോ? അഭിമന്യു അവളുടെ കുഞ്ഞു മുഖം കൈക്കുമ്പിളിൽ എടുത്ത് ചോദിക്കവേ ലോകം തന്നെ അവനിലേക്ക് ചുരുങ്ങുന്ന പോലെ തോന്നിയ അതിഥിക്ക്. എത്രയോ പേരുടെ സ്നേഹവും പരിഗണനയും യാചിച്ചു നടന്ന ഒരു പെൺകുട്ടി. അന്നൊക്കെ അവൾക്കത് നിഷേധിച്ച ദൈവം ഇന്ന് അവൾ ചോദിച്ചതിനും ഇരട്ടി കൊടുക്കാൻ ഒരുവനെ നിയോഗിച്ചിരിക്കുന്നു. കുഞ്ഞി അതിഥി സ്വപ്നം കണ്ട പോലെ ആ സ്വർണ്ണ വെളിച്ചം അവളിലേക്ക് വന്ന് പതിക്കുന്നു അഭിമന്യുവിൻ്റെ രൂപത്തിൽ. അതിഥിയുടെ ചിന്തകളും സ്വപ്നങ്ങളും അബിയിലേക്ക് മാത്രം ചുരുങ്ങിത്തുടങ്ങി. അവനെ ഓർക്കുമ്പോൾ തനിക്ക് തോന്നുന്ന പ്രണയമാണെന്ന് തിരിച്ചറിയാൻ തന്നെ അതിഥിക്ക് മാസങ്ങളെടുത്തു. എന്നിട്ടും ഉള്ളിൽ വളർന്നു തുടങ്ങിയ പ്രണയം എന്ന വിത്തിനെ അവൾ ഹൃദയത്തിൽ തന്നെ ഇട്ടുകുഴിച്ചു മൂടി. വെള്ളവും വളവും കൊടുത്ത് അതിനെ വളരാൻ അതിഥി അനുവദിച്ചില്ല. അതിഥിക്ക് നന്നായിട്ടറിയാം മേലേപ്പാട്ട് അഭിമന്യുവും അവിടുത്തെ ജോലിക്കാരിയുടെ മകൾ അതിഥിയും കൂടെ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അതിഥി അബിയെ ഒട്ടും പരിഗണിക്കാതെയായി. അബി അടുത്തു വന്ന് നിൽക്കുമ്പോൾ പോലും അവളിൽ അപകർഷതാബോധം ഉണർന്നു. പക്ഷേ താൻ എത്ര അവഗണിച്ചാലും ഒട്ടും പരിഭവമില്ലാതെ പിന്നെയും സ്നേഹത്തോടെ തനിക്ക് പിന്നാലെ ചുറ്റുന്ന അഭിമന്യു അതിഥിക്ക് ഒരു അത്ഭുതമാവുകയായിരുന്നു. കോളേജിലെ അബിയുടെ ബാച്ചിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു അന്ന്. നന്നായി പഠിച്ചേക്കണമെന്നും ജോലി വാങ്ങണമെന്നും അവൻ അതിഥിയെ ഉപദേശിച്ചു. കോഴ്സ് കഴിഞ്ഞാൽ അമ്മയെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയാണെന്നും അവിടെ ജോലിക്ക് കയറണമെന്നും അതിഥിയോട് അവൻ പറഞ്ഞു. അതിഥി മറുപടിയൊന്നും പറഞ്ഞില്ല. പൊയ്ക്കോട്ടെ, കണ്ണകന്നാൽ മനസ്സുമകലും എന്നവൾ കണക്കുകൂട്ടി. കാത്തിരിക്കണമെന്ന് അവൻ പറയാത്ത പോലെ തന്നെ കാത്തിരിക്കാമെന്ന് അതിഥിയും പറഞ്ഞില്ല. അബിയുടെ ബാച്ച് ഇറങ്ങി. അവിടുന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ പറയുന്നത് അതിഥി കേട്ടു. ശ്രീദേവിയും മകനും ഡൽഹിയിലേക്ക് പോയി എന്ന്. എന്തോ അതിഥിയുടെ ഉള്ളൊന്ന് വിങ്ങി. അന്ന് രാത്രി അതിഥി ഒരുപാട് കരഞ്ഞു. അഭിമന്യുവിനെ താൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് അന്നാണ് അതിഥിക്ക് മനസ്സിലായത്. പിറ്റേന്ന് കരഞ്ഞു വിങ്ങിയ മുഖവുമായിട്ടാണ് അതിഥി ഉറക്കം എഴുന്നേറ്റത്. മുഖത്തെ വെല്ലായ്മ കണ്ട് അമ്മ കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ ഒരു കള്ളത്തലവേദന പറഞ്ഞ് വിഷയം മാറ്റി. ദേ, ഇത് ആ പയ്യൻ നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അമ്മ ഇത് ഇന്നലെ തരാൻ മറന്നു. മേശക്കുള്ളിൽ നിന്ന് ഒരു കവർ എടുത്ത് ദേവയാനി അതിഥിക്ക് നേരെ നീട്ടി. ഒരു പുസ്തകമാണെന്നാ പറഞ്ഞ്. നിനക്ക് പഠിക്കാനുള്ളതെല്ലാം അതിലുണ്ടാവുമെന്നും പറഞ്ഞു.
അതിഥി വിറക്കുന്ന കൈകളോടെ അത് വാങ്ങി. ക്വയറ്റ്, ദ പവർ ഓഫ് ഇൻട്രോവേർട്സ് ഇൻ എ വേൾഡ് ദാറ്റ് കാൺ സ്റ്റോപ്പ് ടോക്കിംഗ്. സൂസൻ കെയ്ൻ. ഒരു ഇംഗ്ലീഷ് ബുക്കിൻ്റെ മലയാളം പരിഭാഷയാണ് അതെന്ന് അതിഥിക്ക് തോന്നി. അതിൻ്റെ ആദ്യത്തെ പേജിൽ എൻ്റെ അതിഥിക്ക് വേണ്ടി എന്നെഴുതിയിരുന്നു. അത് കാണെ അതിഥിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ അക്ഷരങ്ങളിലൂടെ വിരലോടിച്ചു. ആ പുസ്തകത്തിന് അവൻ്റെ ഗന്ധമാണെന്ന് തോന്നി അതിഥിക്ക്. അന്തർമുഖിയായ ഒരാൾക്ക് തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെക്കുറിച്ച് മനോഹരമായി എഴുതിയ ഒരു പുസ്തകം. ഒതുങ്ങിക്കൂടുന്ന സ്വഭാവം ഒരു കുറവല്ല, മറിച്ച് അതൊരു ശക്തിയാണെന്ന് അതിൻ്റെ താളുകളിലൂടെ അതിഥി തിരിച്ചറിഞ്ഞു. ബഹളമയമായ ഈ ലോകത്ത് നിശബ്ദരായിരിക്കുന്നവർക്ക് എത്രമാത്രം ചിന്തിക്കാനും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും സർഗാത്മകമായി പ്രവർത്തിക്കാനും കഴിയുമെന്ന് അതിലൂടെ അവൾ വായിച്ചെടുത്തു. അതിഥിക്ക് തന്നിലെ കഴിവുകളെ തിരിച്ചറിയാനും ആത്മവിശ്വാസം നേടാനും ചെറുതല്ലാത്ത രീതിയിൽ ആ പുസ്തകം സഹായിച്ചു. അത് വായിച്ചതിൽ പിന്നെ അതിഥി കോളേജ് ലൈബ്രറിയിൽ നിന്ന് സ്ഥിരം ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. പുസ്തകത്താളുകളുടെ ഗന്ധം ആസ്വദിച്ചു തുടങ്ങി. അതിഥിക്കുള്ളിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞ് പകരം ഇളം വെയിൽ പരന്നു തുടങ്ങി. അവളുടെ ചുറ്റുമുള്ള കട്ടിയുള്ള ആവരണം വിണ്ടുകീറി അതിഥിക്ക് ചിറകുകൾ മുളക്കാൻ തുടങ്ങി. പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ കൂടുവിട്ട് കൂടുമാറ്റം. അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്കോടെ അതിഥി തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടുകയും ചെയ്തു. അധികം സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും എല്ലാവരോടും ഭയമില്ലാതെ ഇടപഴകാൻ അതിഥി പഠിച്ചു. ആദ്യത്തെ സാലറി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർ സാരി തലപ്പ് കൊണ്ട് വാ പൊത്തി കരഞ്ഞുപോയി. സന്തോഷം കൊണ്ടാണ്. അതിഥിയും കൂടെ കരഞ്ഞുപോയി. വിരഹത്തിൻ്റെ ഇടവപ്പാതിയും ഏകാന്തതയുടെ ശിശിരവും മധുരമൂറുന്ന ഓർമ്മകളുടെ വസന്തകാലവും അതിഥിയുടെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മേലേപ്പാട്ട് ലളിതാംബികാമ്മക്ക് സുഖമില്ലാതായിട്ട് കുറച്ച് ദിവസമായി. കാല് തെന്നി കുളിമുറിയിൽ ഒന്ന് വീണത്രേ. നിന്നെ പഠിക്കാൻ എല്ലാം അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മോള് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ മേലേപ്പാട്ടേക്ക് വാ, ലളിതാംബികമ്മയെ ഒന്ന് കണ്ടിട്ട് പോവാം. അന്ന് കാലത്ത് സ്കൂളിലേക്ക് പോവാൻ നേരം ദേവയാനി അതിഥിയോട് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ വരാം അമ്മ. അതിഥി അത്രയും പറഞ്ഞുകൊണ്ട് ആ കറുത്ത കുട ചൂടി മുറ്റത്തേക്ക് ഇറങ്ങി. ദേവയാനി ഇപ്പോഴും മേലേപ്പാട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അതിഥിക്ക് ജോലിയായപ്പോൾ അവൾ പറഞ്ഞതാണ് അമ്മയോട് ഇനി ജോലിക്ക് പോകണ്ട എന്ന്. പക്ഷെ അവരതിന് സമ്മതിച്ചില്ല. മേലേപ്പാട്ട് തറവാടിനെ കുറിച്ച് ഓർത്തപ്പോൾ അതിഥിക്ക് ഒരുവനെ ഓർമ്മ വന്നു. മേലേപ്പാട്ട് അഭിമന്യുവിനെ. 4 വർഷം കഴിഞ്ഞിരിക്കുന്നു നേരിട്ടൊന്ന് കണ്ടിട്ട്. ഇടയ്ക്കെല്ലാം മേലേപ്പാട്ട് വന്ന് പോവാറുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. ഇന്നേ വരെ അതിഥിയെ അന്വേഷിച്ച് അവൻ വന്നിട്ടില്ല. അന്നത്തെ യൗവനത്തിൻ്റെ തിളപ്പിൽ അവന് തോന്നിയ ഒരു ഇഷ്ടമായിരുന്നിരിക്കാം അത്. പിന്നീട് ഇരുത്തി ചിന്തിച്ചപ്പോൾ അതൊരു അബദ്ധമാണെന്ന് ബോധ്യപ്പെട്ട് കാണും. നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധത്തിനൊപ്പം തന്നെ ആ ഒരുവൻ്റെ ഗന്ധവും അതിഥിയുടെ ആത്മാവിലേക്ക് ഇരച്ചു കയറി. അമ്മ പറഞ്ഞ പോലെ അന്ന് സ്കൂൾ വിട്ട് നേരെ ചെന്നത് മേലേപ്പാട്ടേക്കാണ്. ചെല്ലുമ്പോഴൊക്കെ നിറഞ്ഞ ചിരിയോടെ ഉമ്മറത്ത് തന്നെ കാണാറുള്ള ലളിതാംബിക അമ്മയെ അന്ന് ഉമ്മറത്ത് കാണാതെ വന്നപ്പോൾ ചെറിയൊരു അസ്വസ്ഥത തോന്നി അതിഥിക്ക്. അമ്മക്കൊപ്പം ആ മുറിയിലേക്ക് കയറുമ്പോൾ കഷായത്തിൻ്റെയും ലേഹ്യത്തിൻ്റെയും മണമായിരുന്നു ആ മുറി നിറയെ. കാല് തെറ്റി ഒന്ന് വീണു കുട്ടിയെ. വേദനയ്ക്കിടയിലും അവർ അതിഥിയെ നോക്കി ഒന്ന് ചിരിച്ചു. അവർ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും അവശയായി തോന്നിയ അതിഥിക്ക്. കുട്ടിക്ക് അടുക്കളയിൽ കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് ദേവയാനി, അത് ജോലിയെടുത്ത് വന്ന് ക്ഷീണിച്ച് നിൽക്കുന്നേ. ആദിത്യ മര്യാദയോടെ ലളിതാംബിക അമ്മ പറഞ്ഞു. ഇല്ല, എനിക്ക് വേണ്ട, അതിഥി പെട്ടെന്ന് പറഞ്ഞു. ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീദേവി, മോളത് കഴിച്ചിട്ട് പോയാൽ മതി. ശ്രീദേവി അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ലളിതാംബികമ്മ പറഞ്ഞ ആ പേരിനൊപ്പം മറ്റൊരു പേരും കൂടെ അതിഥിയുടെ ഉള്ളിലേക്ക് ചേക്കേറി. അത് ആലോചിച്ച് തീരുന്നതിന് മുമ്പ് ആ മുറിയിൽ തങ്ങി നിന്നിരുന്ന പച്ചില മരുന്നിൻ്റെ ഗന്ധത്തിനും അപ്പുറം പരിചിതമായ മറ്റൊരു ഗന്ധം കൂടെ അതിഥിയെ വന്നു മൂടി. അതിഥി ഞെട്ടലോടെ മുഖം തിരിച്ചു. മുന്നിൽ അഭിമന്യു. 4 വർഷങ്ങൾക്കിപ്പുറം ഒരു കണ്ടുമുട്ടൽ. അതിഥിയുടെ മിഴികൾ ഞൊടിയിടയിൽ ഒന്ന് നിറഞ്ഞു വന്നു. കൈയും കാലും തളരുന്ന പോലെ തോന്നി അതിഥിക്ക്. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് അവനിൽ. ഇത്തിരി കൂടെ വണ്ണം വെച്ചു. മുഖത്തെ ആവരണം ചെയ്തിരിക്കുന്ന താടിയും ആ മുഖത്ത് കാണുന്ന ഗൗരവവും എല്ലാം പുതുമ നിറഞ്ഞതാണ് അതിഥിക്ക്. അറിയാതെ പോലും അവൻ്റെ ഒരു നോട്ടം തന്നിൽ വന്ന് പതിയുന്നില്ല എന്ന് കാണാൻ അതിഥി അവനിൽ ഉടക്കിയ മിഴികളെ അവനിൽ നിന്ന് പറിച്ചെടുത്തു. അബി, നീ കണ്ടില്ലേ ഈ കുട്ടിയെ? നിങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിലായിരുന്നില്ലേ? ലളിതാംബിക അബിയെ നോക്കി ചോദിച്ചു. ഇരുവരും നോട്ടം ഒന്ന് കുരുത്തു. ഓർക്കുന്നില്ല. ഒട്ടും പതർച്ചയില്ലാതെ അബിയുടെ മറുപടി വന്നു. ആ മറുപടി കേൾക്കെ ചുവന്നു കലങ്ങിയ മിഴികൾ അതിഥി താഴ്ത്തിക്കളഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ ഒരിക്കൽ വരാം. അതിഥി വല്ലായ്മയോടെ ശ്രീദേവിയെ നോക്കി. ഒരെണ്ണം കഴിച്ചിട്ട് പോ മോളെ, അമ്മ പ്രത്യേകം പറഞ്ഞതാ, നിന്നെ കഴിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ എന്ന് ശ്രീദേവി അവളെ നിർബന്ധിച്ചു. ദേവയാനി ഒരു ഇലയുടെ പാത്രത്തിൽ ഇട്ട് അവൾക്ക് നേരെ നീട്ടി. അപ്പോഴേക്കും ശ്രീദേവി ചായയും കൊടുത്തിരുന്നു.
ടേബിളിൽ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞിട്ട് അതിഥി കൂട്ടാക്കിയില്ല. ആ കട്ടനും ഇലയടയും കയ്യിൽ പിടിച്ച് പുറത്തെ തിണ്ണയിലേക്ക് ഇരുന്നു. അമ്മയോടൊപ്പം മുന്നേ വരാറുള്ളപ്പോൾ എല്ലാം അവിടെ ഇരുന്നായിരുന്നു കഴിച്ചിരുന്നത്. ആ ശീലം മാറ്റേണ്ട കാര്യമില്ല എന്ന് തോന്നി അതിഥിക്ക്. അതിഥി വെറുതെ ആ ഇലയടയും നുള്ളി അങ്ങനെ ഇരുന്നു പോയി. കഴിക്കാൻ തോന്നുന്നില്ല. നേരത്തെ ഒരുവൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോഴും ഉള്ളിൽ. ഓർമ്മയില്ലെന്ന് പോലും. അതിഥിക്കത് ഓർക്കെ തൊണ്ടയിൽ ഒരു കയ്പ് വന്ന് നിറഞ്ഞു. വായിലിരിക്കുന്ന തേനൂറുന്ന ഇലയട അവൾക്ക് കഴിച്ചു. അതിഥി അതും കൊണ്ട് തിരികെ അടുക്കളയിലേക്ക് കയറി. അവിടെ അമ്മയും ശ്രീദേവി അമ്മയും കാണാനില്ല. പകരം വേറെ ഒരാളുണ്ട്, അഭിമന്യു. ഫ്രിഡ്ജിൽ നിന്നോ മറ്റോ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അതിഥിയെ കണ്ടപ്പോൾ അവൻ ഒറ്റപ്പുരികം ഉയർത്തി ആ ചുമരിലേക്ക് ചാടി നിന്നു. അമ്മ അമ്മ എവിടെ? അതിഥിക്ക് വാക്കുകൾ കിട്ടിയില്ല. കുറേ കാലം കൊണ്ട് അതിഥി മാറ്റിയെടുത്ത ആ വിക്ക് പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. അവർ മുത്തശ്ശിയുടെ മുറിയിലുണ്ട്, അഭിമന്യു മറുപടി പറഞ്ഞു. അതിഥി ഒന്ന് മൂളിക്കൊണ്ട് കുടിച്ച ഗ്ലാസ് ആ പൈപ്പിൻ ചുവട്ടിൽ വെച്ച് വെറുതെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി ആ തിണ്ണയിലേക്ക് കമഴ്ത്തി വെച്ചു. തൻ്റെ പേരെന്തായിരുന്നു? ഞാനതങ്ങ് മറന്നു. അഭി നെറ്റിയിൽ വിരൽ ഒഴിഞ്ഞുകൊണ്ട് ആലോചനയോടെ ചോദിച്ചു. അതിഥിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നുപോയി. മറന്നെങ്കിൽ ഇനി ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട. അവളുടെ സ്വരം ഒന്ന് ഇടറി. അഭിയെ ഇരുത്തിയൊന്ന് നോക്കി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവളുടെ വലത്തെ കൈത്തണ്ടയിൽ പിടിവീണിരുന്നു. എന്താ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപേ അതിഥിയെ അഭിയെ ചുമരിലേക്ക് ചേർത്തിരുന്നു. പേര് പറഞ്ഞിട്ട് കൂടി. കാതോരം അവൻ്റെ ശബ്ദം. പറയാൻ സൗകര്യമില്ലെങ്കിലോ? അതിഥിയിൽ നിന്ന് കരച്ചിൽ ചില്ലുകൾ പുറത്തേക്ക് ചാടി. എൻ്റെ അതിഥിക്ക് ഇത്രയും വലിയ നാവൊക്കെ ആയോ? ചിരിയോടെയാണ് അവൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ, ആ ചിരിയിൽ, ആ നോട്ടത്തിൽ അതിഥി തളർന്നുപോയി. അത്രയും പ്രണയം മണക്കുന്നു ആ ഒരൊറ്റ ചോദ്യത്തിൽ. അവളങ്ങനെ മിഴിച്ചു വെച്ച് അങ്ങ് നിന്നപ്പോൾ അഭി പതിയെ മുഖം കുനിച്ചു വന്ന് നേരത്തെ കഴിച്ച ഇലയടയുടെ മധുരം അവളുടെ അധരങ്ങളിൽ നിന്ന് കട്ടെടുത്തിരുന്നു. അതിഥി അവനെ തള്ളി മാറ്റി. അവൻ്റെ കവിളിലേക്ക് രക്തം ഇരച്ചു കയറുന്നത് അതിഥിക്ക് അറിയാനുണ്ട്. അഭി എപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അഭി അവളുടെ കൈയും പിടിച്ച് ആ ഇറയത്തേക്ക് ഇറങ്ങി. ആ പഴയ കുളക്കടവിലെത്തിയപ്പോഴാണ് അഭി നടത്തം നിർത്തിയത്. അവൻ ആ കൽപ്പടവുകളിലേക്ക് ഇരുന്നു. ഒപ്പം അവളെയും അരികിലേക്ക് പിടിച്ചിരുത്തി. വീട്ടിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 വർഷം തൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് സ്വന്തം കാലിൽ താനൊന്ന് നിന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ ശല്യപ്പെടുത്താതെ ഇരുന്നേ. മുത്തശ്ശി തൻ്റെ അമ്മയോട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും. എന്ത്? അതിഥി അവനെ തന്നെ നോക്കി. ഈ അതിഥിയെ മേലേപ്പാട്ട് അഭിമന്യുവിന് തരുവോ എന്ന്. അതിഥി അവനെ അതിശയിച്ച് നോക്കിപ്പോയി. താൻ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു, അഭി അവളിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു. അതിഥിയുടെ ചുണ്ടുകൾ പരിഹാസത്തോടെ ഒരു വശം കൂടി. എന്താ അതിഥി? ഒന്നുമില്ല, നിങ്ങൾ മാത്രമേ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിഥി മറുപടിയും പറഞ്ഞു. ഞാൻ മാത്രം പറഞ്ഞാൽ പോരെ? എൻ്റേതല്ലേ? അപ്പോൾ പിന്നെ ഞാൻ മാത്രം പറഞ്ഞാൽ മതി. കാർമുകിലിൻ്റെ നിറമുള്ള കവിളിൽ നേരത്തെ ഒരു ചുംബനം കൊടുത്തിട്ടായിരുന്നു അവൻ്റെ മറുപടി. താൻ എന്നെ ഓർത്തിരുന്നോ? അഭി ആവേശത്തോടെ അവളോട് ചോദിച്ചു. മറുപടിയായി അതിഥി ഒന്ന് ചിരിച്ചു. ഇതിനുള്ളിൽ മുഴുവൻ മേലേപ്പാട്ട് അഭിമന്യുവായിരുന്നു. തൻ്റെ ഇടത്തെ നെഞ്ചിൽ കൈവച്ച് ഒരിക്കൽ അഭി അവളോട് പറഞ്ഞ പോലെ അതിഥിയും തിരിച്ചു പറഞ്ഞു. ഇരുവരുടെയും കണ്ണുകൾ ഒന്ന് ഓളം വെട്ടി. രണ്ടാൾക്കും ഒരു വിരഹകാലം പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. ഒരു പ്രണയകാലം ആസ്വദിച്ചു തുടങ്ങാനുണ്ടായിരുന്നു. നന്ദി. സൂര്യകാന്തി. അവസാനിച്ചു. ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. 90% പേരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.